വാർഷിക പൊതുയോഗം ആരംഭിക്കുന്നു. സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും പ്രതീകങ്ങളാണ് കുടുംബങ്ങൾ. കുടുംബ ബന്ധങ്ങളുടെ നിലനിൽപ്പ് ഊട്ടിയുറപ്പിക്കുവാനും ഊഷ്മളമായ സ്നേഹബന്ധങ്ങൾ നിലനിർത്തുവാനും ഓരോ കുടുംബയോഗങ്ങളും സഹായകരമാകുന്നു. ഇത്തരത്തിൽ നാനാദേശങ്ങളിൽ പാർക്കുന്ന തോട്ടപ്പള്ളി കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്ന രണ്ടാമത്തെ കുടുംബയോഗത്തിന് പ്ലാഷനാൽ സെയിൻറ് മേരീസ് ചർച്ച് വേദിയാകുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് വാർഷിക പൊതുയോഗത്തിന് ആരംഭം കുറിക്കുന്നു. നമ്മുടെ വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നിൻ്റെ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ഈ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ മാണി സി കാപ്പൻ MLA സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുടുംബയോഗം പ്രസിഡന്റ് ഷാജിമോൻ ജേക്കബ്, ഫാദർ തോമസ് ഓലിക്കൽ, ശ്രീ രജീഷ് ജോയ് ട്രഷറർ, ശ്രീ ഷോൺ ജോർജ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ശ്രീമതി എൽസമ്മ തോമസ് തലപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീമതി ശ്രീകല R ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഈരാറ്റുപേട്ട, ആൻഡ് ഫാദർ ജോർജ് തോട്ടപ്പള്ളി, ഫാദർ ജെയിംസ് തോട്ടപ്പള്ളി, റെജി ടി ജോസഫ് സെക്രട്ടറി, ഏവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നതാണ്. തോട്ടപ്പള്ളി കുടുംബയോഗം രണ്ടാമത് വാർഷിക പൊതുയോഗത്തിന് മുൻപ് നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. കൈ തൊഴാം ഞങ്ങൾ, കൈ തൊഴാം ഞങ്ങൾ, ദൈവമേ കൈ തൊഴാം ഞങ്ങൾ, കൈ തൊഴാം ഞങ്ങൾ, കൈ തൊഴാം ഞങ്ങൾ, ദൈവമേ കൈ തൊഴാം ഞങ്ങൾ. ജഗദീശ്വര സകലേശ്വര നിൻ കൃപ ഞങ്ങളിൽ ചൊരിയണമേ. ജഗദീശ്വര സകലേശ്വര നിൻ കൃപ ഞങ്ങളിൽ ചൊരിയണമേ. വിജ്ഞാനദീപം ഞങ്ങളിൽ തെളിയാൻ, ഈശ്വര ചൈതന്യം ഞങ്ങളിൽ വളരാൻ. വിജ്ഞാനദീപം ഞങ്ങളിൽ തെളിയാൻ, ഈശ്വര ചൈതന്യം ഞങ്ങളിൽ വളരാൻ. നിൻ വരദാനങ്ങൾ ചിന്തേണമേ, നിൻ സുതർ ഞങ്ങളിൽ എന്നുമെന്നും. നിൻ വരദാനങ്ങൾ ചിന്തേണമേ, നിൻ സുതർ ഞങ്ങളിൽ എന്നുമെന്നും. കൈ തൊഴാം ഞങ്ങൾ, കൈ തൊഴാം ഞങ്ങൾ, ദൈവമേ കൈ തൊഴാം ഞങ്ങൾ, കൈ തൊഴാം ഞങ്ങൾ, കൈ തൊഴാം ഞങ്ങൾ, ദൈവമേ കൈ തൊഴാം ഞങ്ങൾ. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഫാദർ ടോജസ്, ഫാദർ ജിൻസ്, ഫാദർ മനു തോട്ടപ്പള്ളി എന്നിവരെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫാദർ മനു, ഫാദർ ടോജസ് ആൻഡ് ഫാദർ ജിൻസ്. ഈ സമ്മേളനത്തിന് സ്വാഗതം പ്രസംഗം നടത്തുവാനായി ജോസ് തോട്ടപ്പള്ളിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ മാണി സി കാപ്പൻ MLA, നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ഷാജിമോൻ ജേക്കബ്, നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഫാദർ തോമസ് ഓലിക്കൽ, ട്രഷറർ ജെറീഷ് ജോയി, സെക്രട്ടറി റെജി ടി ജോസഫ്, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും നമ്മുടെ കുടുംബാംഗവുമായ ശ്രീമതി എൽസമ്മ തോമസ്, ഇവിടെ എത്തിച്ചേരാമെന്ന് ഏറ്റിരിക്കുന്ന പ്രിയപ്പെട്ട ഷോൺ ജോർജ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ,
ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ശ്രീകല ആർ, പ്രിയ തോട്ടപ്പള്ളി കുടുംബാംഗങ്ങളെ, നിങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ തറവാട്ടിലേക്കാണ്. ഞങ്ങൾ ചരിത്രം പരിശോധിച്ചപ്പോൾ നമ്മളെ തോട്ടപ്പള്ളി കുടുംബത്തിൻ്റെ തറവാട് പ്ലാശനാൽ അമ്പാറ ഭാഗം ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ കുടുംബയോഗം സംഘടിപ്പിക്കുന്നതിന് കുറേ ആളുകളുടെ വളരെ കഠിനമായ പ്രയത്നമുണ്ട്. നമ്മുടെ സെക്രട്ടറി, നമ്മുടെ പ്രസിഡൻ്റായ ഷാജി കാര്യം ഇവിടെ ഇടമകയിലാണ്. എങ്കിൽ പോലും അദ്ദേഹത്തെ പോലും ഞാൻ അറിയില്ലായിരുന്നു. തോട്ടപ്പള്ളി അവിടെ ഇടമകയിൽ കുറേ തോട്ടപ്പള്ളി വീടുകളുണ്ടെന്നുള്ളതല്ലാതെ എന്താണ് ബന്ധം ഞങ്ങൾ പരസ്പരം നേരത്തെ സംസാരിച്ചിട്ട് പോലുമില്ല. ഒരു ദിവസം യാദൃച്ഛികമായി ഷാജിയും ഞങ്ങളുടെ അമ്മാകളുടെ വേറൊരു സുഹൃത്തുമായി വീട്ടിൽ എത്തി. നമുക്ക് ഇങ്ങനെയൊരു കുടുംബയോഗം ആരംഭിച്ചാലോ എന്ന് ആദ്യമായി എന്നോടാണ് ചോദിച്ചതെന്നാണ് ഷാജി പറഞ്ഞത്. അപ്പോൾ ഞാൻ വളരെ അധികം സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഷാജിയും റജിയും ജഗീഷും കൂടെയാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകുന്നതിനായി ഒത്തിരിയേറെ കഷ്ടപ്പെട്ടത്. അവർ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു. പല രീതിയിൽ നമുക്ക് പരസ്പരം അറിയത്തില്ലായിരുന്നു. അങ്ങനെ പല ഫോൺ നമ്പറുകളൊക്കെ വാങ്ങി ഒത്തിരിയേറെ യാത്രകൾ നടത്തിയാണ് കഴിഞ്ഞ വർഷം നമുക്കിത് സംഘടിപ്പിക്കാൻ സാധിച്ചത്. നമ്മുടെ പഴയ തലമുറ പ്രായമുള്ള കാരണവന്മാർക്ക് കുറേയെല്ലാം ബന്ധങ്ങൾ അറിയാമായിരുന്നു. എന്നാൽ പുതിയ തലമുറ ആയപ്പോഴത്തേക്കും നമ്മൾ തമ്മിലുള്ള ബന്ധം, ഓരോ തോട്ടപ്പള്ളി കുടുംബമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനോ അത് മറന്നു പോവുകയോ ചെയ്തു. ഇപ്പോൾ ഇങ്ങനെയൊരു കൂട്ടായ്മ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് വീണ്ടും ഒന്നിക്കാനും ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ ബന്ധുക്കളുണ്ട്, ഇപ്പോൾ എവിടെ ചെന്നാലും നമുക്ക് നമ്മുടെ തോട്ടപ്പള്ളി കുടുംബാംഗങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാനും സാധിച്ചത്. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ ഏവരുടെയും പ്രിയങ്കരനായ പാലാ MLA മാണി കാപ്പൻ, അദ്ദേഹം ഇവിടെ MLA ആയതിനുശേഷം വളരെയേറെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്താൻ സാധിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയൊരു പ്രത്യേകത, മറ്റ് പല MLA-മാരെയും കാണുമെങ്കിൽ നമ്മൾ ആരുടെയും ശുപാർശ ചെല്ലണം. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട MLA-യുടെ അടുത്ത് ചെല്ലണമെങ്കിൽ ആരുടെയും ഒരു ശുപാർശ വേണം, ആർക്ക് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും കാണാം. എപ്പോൾ ഫോൺ വിളിച്ചാലും ഫോണെടുക്കും. അത്രയും നല്ലൊരു MLA-യാണ് ഞങ്ങൾക്ക് ദൈവാനുഗ്രഹത്താൽ ലഭിച്ചിട്ടുള്ളത്. വളരെ തിരക്കിനിടയിലും നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട മാണി കാപ്പൻ MLA ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഷാജിമോൻ ജേക്കബാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഇങ്ങനെയൊരു കുടുംബയോഗം ഇവിടെ രൂപീകരിക്കാൻ സാധിച്ചത് എന്ന്. അദ്ദേഹമാണിത് ആദ്യമേ ആരംഭിച്ചത്. അതിനുശേഷമാണ് ജഗീഷ് റജിയൊക്കെ അതിൻ്റെ കൂടെ കൂടിയത്. ഈ കുടുംബയോഗത്തിന് എല്ലാമായ ഷാജിമോനെ കുടുംബയോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഈ കുടുംബയോഗത്തിൻ്റെ രക്ഷാധികാരി ഫാദർ ജെയിംസ് തോട്ടപ്പള്ളിലാണ്. അദ്ദേഹം ആദ്യം മുതൽ തന്നെ ഇതിന് ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. ഒത്തിരിയേറെ സാമ്പത്തിക സഹായം വരെ അദ്ദേഹം ചെയ്യുകയുണ്ടായി. കാരണം അച്ഛനാണെങ്കിലും റിട്ടയർ ചെയ്തിരുന്നപ്പോൾ എല്ലാവരുമായിട്ടൊന്നും ബന്ധപ്പെടാനും ഞങ്ങൾ തന്നെ പല വീടുകൾ സന്ദർശിക്കുകയുണ്ടായി, അച്ഛനോടൊപ്പം സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിനും വളരെ സന്തോഷമായി ഇങ്ങനെയൊരു കുടുംബയോഗം, അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കുടുംബയോഗം ആരംഭിക്കാൻ നേരത്തെ ആഗ്രഹിച്ചിരുന്നുവെന്ന്. അദ്ദേഹത്തിൻ്റെ മറ്റു ക്ഷീണങ്ങളൊക്കെ മറന്ന് ഞങ്ങൾ മാങ്കുളം വരെ അച്ഛനോടൊപ്പം ഞങ്ങൾ പോവുകയുണ്ടായി. അത്രയും ബന്ധുക്കളെ കാണാനായിട്ടുള്ള ആഗ്രഹം അത്രമാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തെ ഈ യോഗത്തിൻ്റെ
പൊതുയോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തോളുന്നു. നമ്മുടെ ബഹുമാനോട് വിചാരിച്ചൻ എന്നോട് പറഞ്ഞത് ഞാൻ യോഗത്തിന് വരികയില്ല എന്ന് പറഞ്ഞു, ക്ഷീണമാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ഈ പള്ളിക്ക് ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. നമ്മുടെ സിമിത്തേരിയൊക്കെ കണ്ടാലറിയാം. ഈ അടുത്ത പ്രദേശത്തൊന്നും ഇത്രയും നല്ലൊരു സിമിത്തേരി ഭംഗിയായിട്ടുള്ള കാണില്ല. അതുപോലെ എല്ലാം നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളെല്ലാം ഇത്രമാത്രം ഭംഗിയായത് അച്ഛൻ്റെ ശ്രമഫലമാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തത് നമ്മുടെ തലപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽസമ്മ തോമസ് നമ്മുടെ കുടുംബാംഗമാണ്. അടുത്ത കാലത്താണ് ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നാലാമത്തെ തവണയാണ് ഇപ്രാവശ്യം മെമ്പറായത്. ഞങ്ങളുടെ വാർഡിലെ മെമ്പർ കൂടിയാണ്. ആ കോവിഡ് കാലത്തൊക്കെ എൽ സിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ആർക്കാണ് മരുന്ന് വേണ്ടത്. ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. കാരണം കോവിഡ് പിടിക്കാതിരിക്കാതൊന്നും യാതൊരു പേടിയുമില്ല. മുഴുവൻ വീടുകളിൽ മരുന്നെത്തിക്കുക, പാവപ്പെട്ടവർക്ക് ഭക്ഷണം എത്തിക്കുക. എത്രമാത്രം ഈ പഞ്ചായത്തിൽ ആ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിച്ച ഒരു മെമ്പറാണ് നമ്മുടെ എൽസി തോമസ് ഇപ്പോൾ പ്രസിഡൻ്റായിട്ടുള്ളത്. ശ്രീമതി എൽസി തോമസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഷോൺ ജോർജ് ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീമതി ശ്രീകല ആർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് ഈ വാർഡിലെ. വരുമെന്ന് പറഞ്ഞിരുന്നു, എങ്കിലും കണ്ടില്ല. ശ്രീകലയെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ മനു അച്ഛൻ ഫാദർ ജോർജ് തോട്ടപ്പള്ളിൽ, നിങ്ങൾക്കറിയാം, അദ്ദേഹം ടാൻസാനിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. അദ്ദേഹത്തിന് ഒത്തിരിയേറെ അനുഭവങ്ങൾ, അവിടുത്തെ മിഷൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. അത് പങ്കുവയ്ക്കാമെന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട്. ഈ കുടുംബയോഗത്തിലേക്ക് മാത്രമാണ് അദ്ദേഹം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രത്യേകത. അദ്ദേഹം 2 ദിവസത്തിനകം തിരിച്ചു പോവുകയാണ്. അദ്ദേഹത്തിനെ ഈ കുടുംബയോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ സെക്രട്ടറി റെജി ടി ജോസഫ് നമ്മുടെ ഈ കുടുംബയോഗത്തിൻ്റെ എല്ലാ പ്രവർത്തനവും ചുക്കാൻ പിടിക്കുകയാണ്. വളരെ ആത്മാർത്ഥമായി അദ്ദേഹം ഇടുക്കിയിലാണ് താമസിക്കുന്നതെങ്കിലും എല്ലാ മീറ്റിങ്ങിലും, ഇവിടെ മിക്കവാറും മീറ്റിംഗ് ഈ ഭാഗത്തൊക്കെ വെച്ചാണ് കൂടുന്നത്. എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിലെല്ലാം വളരെ സജീവമായി പങ്കെടുക്കുകയും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്ന റജിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ യോഗത്തിൻ്റെ ട്രഷറർ ജെറീഷ് ജോയിയാണ്. അദ്ദേഹം ഇടുക്കിക്കാരാണ്, എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. എങ്കിൽ പോലും ഓരോ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിലും അദ്ദേഹം അതിനുവേണ്ടി തന്നെ കാർ ഓടിച്ച് ഇവിടെ വന്ന് പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കുകയാണ് ഉണ്ടായത്. മലബാർ ഏരിയയിലേക്കെല്ലാം അവർ 3 പേരും കൂടിയാണ്, ജെറീഷും റജിയും ഷാജിയും കൂടെയാണ് അവിടെ വീട് സന്ദർശിക്കാനും അവരെ നമ്മുടെ കുടുംബയോഗത്തിൻ്റെ ഭാഗമാക്കാനും ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ മാത്രമായി നമ്മുടെ വൈദികർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ 2 പേരെയും യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ സിസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ട്. അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ കുടുംബയോഗത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ തോട്ടപ്പള്ളിൽ കുടുംബാംഗങ്ങളാണ്. ഒത്തിരിയേറെ പേരുണ്ടായിരുന്നു. ഇപ്പോൾ ദൂരെയൊക്കെ പോകാനുള്ളവർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. നേരത്തെ തന്നെ പോയി. അതുകൊണ്ടാണ് ഇത്രയും ആൾ കുറഞ്ഞു പോയത്. 400 പേരിവിടെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ വരും വർഷങ്ങളിൽ ഇതിൻ്റെ വിജയത്തിനായി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഈ സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന തോട്ടപ്പള്ളി കുടുംബയോഗം പ്രസിഡന്റ് ശ്രീ ഷാജിമോൻ ജേക്കബിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. നിറഞ്ഞ പാലാ MLA ശ്രീ മണി സി കാപ്പൻ, നമ്മുടെ കുടുംബയോഗം രക്ഷാധികാരി ഫാദർ ജെയിംസ് തോട്ടപ്പള്ളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് LC ചേച്ചി, മറ്റ് വിശിഷ്ടാതിഥികളെ, സ്നേഹം നിറഞ്ഞ തോട്ടപ്പള്ളിയിൽ കുടുംബാംഗങ്ങളെ, 2022 ജൂൺ മാസത്തിൽ നമ്മുടെ സ്വാഗത പ്രസംഗൻ ശ്രീ ജോസിയേട്ടൻ്റെ വീട്ടിലാണ് ആദ്യമായി ഒരു കുടുംബ കൂട്ടായ്മയെ പറ്റി ആലോചിക്കുവാൻ വേണ്ടി ഞാൻ കയറി ചെല്ലുന്നത്. അന്ന് ജോസിയേട്ടൻ്റെ വീട്ടിൽ നിന്നും നമുക്ക് നൽകിയ എല്ലാ പരിപൂർണ പിന്തുണയുടെയും ഭാഗമായി മറ്റ് വീടുകളിലേക്കും കയറി ചെല്ലുവാനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടി. അതനുസരിച്ച് പല മേഖലകളിലേക്കും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷോൺ ജോർജ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഷോൺ ജോർജിനെ തോട്ടപ്പള്ളി കുടുംബയോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ജോസിയേട്ടൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ പിന്തുണയുടെ ഭാഗമായി അമ്പാറ പ്രദേശങ്ങളിലും പിന്നെ കൈപ്പള്ളി അതുപോലെ ഈ നാട്ടിലുള്ള എല്ലാ മേഖലകളിലും ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെയും കൂട്ടിക്കൊണ്ട് ഒറ്റയ്ക്കാണ് കയറി ചെല്ലുവാൻ സാഹചര്യമുണ്ടായത്. അതിനുശേഷം ഹൈറേഞ്ച് മേഖലകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ജെറീഷിനെയും റജിയെയും കൂട്ടിന് നമുക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ പല വീടുകളും കയറി ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. അതിനുശേഷം ജെറീഷിൻ്റെ പിതാവിന് ഒരു കുടുംബ കൂട്ടായ്മ നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള മരണം മൂലം അദ്ദേഹത്തിനത് സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷം 41 ചരമദിനത്തോടനുബന്ധിച്ച് ജെറീഷിൻ്റെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ആദ്യമായി നാരകക്കാനത്ത് ഒരു കുടുംബയോഗം കൂടാൻ തീരുമാനിച്ചത്. ശ്രീ ജെറീഷിൻ്റെയും അതുപോലെ റെജിയുടെയും പരിപൂർണ പിന്തുണയോടുകൂടിയാണ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കന്ന് ഇങ്ങനെ ഒരു കുടുംബയോഗം ആരംഭിക്കുവാൻ സാധിച്ചു. അതിനുശേഷം മറ്റ് കുടുംബങ്ങളിലുള്ള എല്ലാവരുടെയും പരിപൂർണ പിന്തുണയോടുകൂടിയാണ് നമ്മളിപ്പോൾ മലബാർ മേഖല, ഹൈറേഞ്ച് മേഖല, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അല്ല എന്ന് നമുക്ക് തോന്നുന്ന തോട്ടപ്പള്ളിയിൽ നിന്ന് വീട്ടുപേരുള്ള കേരളത്തിൽ പല മേഖലകളിലുമുള്ള വീടുകൾ കയറി അവരുമായിട്ടും നമുക്ക് ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ സാധിച്ചു. വരും വർഷങ്ങളിൽ ഇത് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ എന്താണെന്ന് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയും അതിനുവേണ്ടിയും ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഏതൊക്കെ കാരണവശാലും നിങ്ങളെല്ലാവരുടെയും സഹകരണം ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇത്രയധികം ആൾക്കാരിവിടെ എത്തിച്ചേർന്നത് നമ്മുടെ ഈ കൂട്ടായ്മയുടെ വളരെ വിജയമായി നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏതാനും ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ കുടുംബത്തിൻ്റെ ഒരു ചരിത്രം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. AD 1700കളുടെ തുടക്കകാലത്ത് നാട്ടുരാജാക്കന്മാരുമായുള്ള ഭിന്നിപ്പിനെ തുടർന്ന് തോട്ടപ്പള്ളിയിൽ എന്ന നമ്പൂതിരി തറവാട്ടിലെ സഹോദരങ്ങളിൽ ഒരാൾ മരണപ്പെടുകയും മറ്റൊരാൾ നാടുവിടുകയും ചെയ്തു. നാടുവിട്ടുവന്ന അദ്ദേഹം കൊച്ചി നാട്ടുരാജ്യത്ത് എത്തുകയും വിവാഹത്തോടനുബന്ധിച്ച് ക്രിസ്തുമതം സ്വീകരിക്കുകയുമുണ്ടായി. വർഷങ്ങൾ പിന്നിട്ടപ്പോൾ സാമൂഹികമായും സാമ്പത്തികമായും നല്ല നിലയിൽ തുടർന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം കടന്നു വന്നു. പടയോട്ട സമയത്ത് ക്രിസ്തുമതം സ്വീകരിച്ച തോട്ടപ്പള്ളിയിൽ കുടുംബം ചിതറിക്കപ്പെടുകയും സഹോദരങ്ങളിൽ 2 പേർ എല്ലാം ഉപേക്ഷിച്ച് മധ്യ തിരുവിതാംകൂറിലേക്ക് വന്നു. ബാക്കിയുള്ളവർ ഇന്നത്തെ പറവൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളായ ചാലക്കുടി, ഇരിങ്ങാലക്കുട, മാള, വെള്ളിക്കുളങ്ങര, അങ്കമാലി, കാലടി, ഒക്കൽ, പൊയ്യ, എറണാകുളം എന്നീ സ്ഥലങ്ങളിൽ താമസം ആരംഭിച്ചു. മധ്യ തിരുവിതാംകൂറിലേക്ക് വന്ന സഹോദരങ്ങൾ നീലയ്ക്കൽ എന്ന സ്ഥലത്ത് താമസമാക്കി. പിന്നീട് പകർച്ചവ്യാധി പകർന്നു പിടിച്ചതിനെ തുടർന്ന് ഒരാൾ വിളക്കുപാടം എന്ന സ്ഥലത്തും മറ്റേ സഹോദരൻ ഭരണങ്ങാനം അമ്പാറ പ്രദേശത്തേക്കും താമസമാക്കി. വിളക്കുപാടം പ്രദേശത്ത് താമസിച്ച സഹോദരൻ്റെ പിന്തുടർച്ചക്കാർ ഇന്ന് കൂടല്ലൂർ, ഏറ്റുമാനൂർ, അതിരമ്പുഴ, മുരിക്കാശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നു. ഭരണങ്ങാനം അമ്പാറ പ്രദേശത്ത് താമസമാക്കിയ മേൽപ്പറഞ്ഞ സഹോദരനാണ് നമ്മുടെ പൂർവ്വപിതാവായ യാക്കോബ്. യാക്കോബിന് 5 ആൺമക്കളായിരുന്നു. കുരിയാള, ഉലഹന്നാൻ, ഔസേപ്പ്, വർക്കി റോസയുടെ പിതാവ് മൂലമറ്റം ചാക്കോ എന്നിവരായിരുന്നു മക്കൾ. കുരിയാളയുടെ മക്കളായിരുന്ന ചാക്കോയും തൊമ്മനും. ഇതിൽ തൊമ്മൻ കുന്നോന്നിയിലേക്ക് പോവുകയും ചാക്കോ അമ്പാറയിൽ താമസിക്കുകയും ചെയ്തു. ഇവരുടെ സഹോദരിമാരിൽ ഒരാളെ കട്ടക്കയത്തും മറ്റൊരാളെ പ്ലാസിനാൽ നെല്ലുവേലിലും കെട്ടിച്ചയച്ചു. ചാക്കോയുടെ മക്കളായ ദേവസ്യയും കുരിയക്കുട്ടി എന്ന് വിളിക്കുന്ന കുര്യനും ഏക സഹോദരി അന്നമ്മയെ ഭരണങ്ങാനം പൊരിയത്ത് കെട്ടിച്ചയച്ചു. ദേവസ്യയും കുര്യനും അമ്പാറയിൽ താമസമാക്കി. കുര്യൻ്റെ മക്കൾ അമ്പാറയിലും കട്ടപ്പനയിലും താമസിക്കുന്നു. ദേവസ്യയുടെ മക്കൾ അമ്പാറയിലും കൈപ്പള്ളിയിലും താമസിക്കുന്നു. കുരിയാളുടെ മറ്റൊരു മകനായ തൊമ്മന് 8 മക്കളായിരുന്നു.
കുര്യൻ, തൊമ്മൻ, ദേവസ്യ എന്നീ ആൺമക്കൾ കുന്നോന്നിയിലും, പെൺമക്കളെ കട്ടക്കയം, കദളിക്കാട്, ഓലിക്കൽ, കണിയാമ്പറമ്പിൽ, നമ്പുടാകത്ത് എന്നിവിടങ്ങളിലും കെട്ടിച്ചയച്ചു. തൊമ്മൻ്റെ മൂത്ത മകനായ കുര്യൻ്റെ ആൺമക്കളിൽ കൊച്ച് ചെറുപുഴ കോലുവള്ളിയിലും, പാപ്പച്ചൻ മാങ്കുളം 6 മൈലിലും, ചാക്കോച്ചൻ ചെറുപുഴയിലും താമസമാക്കി. പെൺമക്കളിൽ ഒരാളെ തീക്കോയി കോനുക്കുന്നതിലും, രണ്ടാമത്തെയാൾ മറിയക്കുട്ടിയെ കടപ്പൂർ കഞ്ഞിക്കുഴി വെൺമണിയിലും, മറ്റൊരു മകൾ കുഞ്ഞമ്മയെ മാനന്തവാടി പുൽപ്പള്ളിയിലും കെട്ടിച്ചയച്ചു. തൊമ്മൻ്റെ രണ്ടാമത്തെ മകനായ തൊമ്മന് 4 ആൺമക്കളും 3 പെൺമക്കളുമായിരുന്നു. ആൺമക്കൾ കുഞ്ഞുഞ്ഞ് എന്ന് വിളിക്കുന്ന കുര്യൻ, ചാക്കോച്ചൻ തോക്കുപാറ, അപ്പച്ചൻ വെള്ളത്തൂവൽ, കുട്ടിച്ചൻ തോക്കുപാറ എന്നിവരാണ്. പെൺമക്കളായ ഏലിക്കുട്ടിയെ തിടനാട് ചെറുവള്ളിയിലും, തൃശ്യാമയെ അടിമാലി പാലിക്കിലും, ചിന്നമ്മയെ ആനച്ചാലിലും കെട്ടിച്ചു. തൊമ്മൻ്റെ മൂന്നാമത്തെ മകനായ ദേവസ്യായിക്ക് 3 ആൺമക്കളും 5 പെൺമക്കളുമാണുള്ളത്. ആൺമക്കളിൽ പരേതനായ പാപ്പച്ചൻ്റെ മക്കൾ മാങ്കുളത്തും കുര്യാച്ചൻ മാങ്കുളത്തും താമസിക്കുന്നു. പരേതനായ കുട്ടിയച്ചൻ്റെ മകൻ കുന്നോന്നിയിൽ താമസിക്കുന്നു. ഒരു മകൾ സിസ്റ്റർ മസയോ FCC 16 വർഷം മുമ്പ് മരിച്ചു, ഇടമറ്റത്ത് സംസ്കരിച്ചിരിക്കുന്നു. മറ്റൊരു മകൾ ഏലിക്കുട്ടിയെ ആനമല ഏന്തയാറിലും, തൃശ്യായെ കുഴുവേലി കണ്ണൂർ കുടിയാൻമലയിലും, അച്ചാമ്മയെ പാറടിയിൽ ചെമ്മലമറ്റത്തും, റോസമ്മയെ പുതിയടത്ത് കാഞ്ഞിരപ്പള്ളിയിലും കെട്ടിച്ചയച്ചു. ഇതിൽ അച്ചാമ്മയുടെ മകൻ്റെ മകൻ ഫാദർ ടോജസ് നാഗാലാൻഡിൽ സേവനം ചെയ്തു. ഇന്ന് നമ്മുടെ കൂടെ അച്ഛനുണ്ട്. മേൽപ്പറഞ്ഞ തൊമ്മൻ്റെ മക്കളും കൊച്ചുമക്കളും കുന്നോന്നി, തോക്കുപാറ, അടിമാലി, മാങ്കുളം, ചെറുപുഴ എന്നിവിടങ്ങളായി താമസിക്കുന്നു. രണ്ടാമത്തെ മകൻ ഉലകന്നാൻ. നമ്മുടെ പൂർവ്വപിതാവായ യാക്കോവിൻ്റെ രണ്ടാമത്തെ മകനായ ഉലകന്നാന് 3 ആൺമക്കളും 2 പെൺമക്കളുമായിരുന്നു. ആൺമക്കളിൽ ചാക്കോ കലയക്കണ്ടത്തും, കുഞ്ചിറക്കൻ മൂന്നലവിലും, ഇളയ മകൻ മത്തായി കലയക്കണ്ടത്തുമായിരുന്നു. ചാക്കോയ്ക്ക് 3 ആൺമക്കളും 2 പെൺമക്കളും ആയിരുന്നു. ഇവരിൽ മൂത്ത മകൻ കൊച്ച് ഇടമറുക് പുളിയത്ത് താമസമാക്കി. കൊച്ചുമക്കൾ ഇപ്പോഴും ഇടമറുകിൽ താമസിക്കുന്നു. രണ്ടാമത്തെ മകനായ കുഞ്ഞേപ്പ് എന്ന് വിളിക്കുന്ന യോസഫ് കലയക്കണ്ടത്തും താമസമാക്കി. കുഞ്ഞേപ്പിൻ്റെ മകനാണ് നമ്മുടെ കുടുംബയോഗത്തിൻ്റെ രക്ഷാധികാരി ഫാദർ ജെയിംസ് തോട്ടപ്പള്ളി. ഇവരുടെ മറ്റ് 2 മക്കൾ ബാലായിലും കോട്ടയത്തുമായി താമസിക്കുന്നു. ഇവരുടെ ഒരു സഹോദരിയെ മൂന്തലവ് തോട്ടക്കരയിലും മറ്റൊരാളെ വിളക്കുമാടം കണിയാമ്പറമ്പിലും കെട്ടിച്ചയച്ചു. ഉലഹന്നാൻ്റെ രണ്ടാമത്തെ മകനായ കുഞ്ചിറക്കന് 4 ആൺമക്കളും 6 പെൺമക്കളും ഉണ്ടായിരുന്നു. ഇതിൽ കൊച്ചു പാപ്പൻ എന്ന് വിളിക്കുന്ന ജോൺ ഇടുക്കി നാരകക്കാനത്തേക്കും, വർക്കി മൂന്നലവിലും, പാപ്പച്ചൻ മലബാർ ആലക്കോടും, ദേവസ്യ പ്ലാസനാലിലേക്ക് പോയി. പെൺമക്കളായ കൊച്ചാമറിയത്തെ കാഞ്ഞിരപ്പള്ളി കരിപ്പാപ്പറമ്പിലേക്കും, അന്നാമ്മയെ ആലക്കോട് കിഴക്കേലും, മാമിയെ ഈരാറ്റുപേട്ട കല്ലാനിക്കലും, ഏലമ്മയെ ഏഴാച്ചേരി പള്ളത്തും, മോനിയെ നെരിങ്ങാനും കാര്യമെങ്കിലും വിവാഹം ചെയ്തയച്ചു. പരേതയായ സിസ്റ്റർ ബെനീസി SABSും കൂടാതെ സിസ്റ്റർ ബിയാറ്റ SABS കടനാട് മഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഇതിൽ കൊച്ചിപ്പാപ്പൻ്റെ മക്കൾ നാരകക്കാനം, വാഴവര, നിർമ്മല സിറ്റി, മുണ്ടക്കയം, പെരിങ്ങളം, ഗുജറാത്തിലെ ബറോഡ, കർണാടകയിലെ ചിക്കമംഗളൂർ എന്നിവിടങ്ങളിൽ താമസിക്കുന്നു. പെൺമക്കളായ അന്നമ്മയെ നിർമ്മല സിറ്റി വള്ളിയാന്തടത്തിലും, ഏലമ്മയെ വെള്ളയാങ്കുടിയും മുണ്ടനാട്ടും വിവാഹം ചെയ്തയച്ചു. കുഞ്ചിറക്കം പാപ്പൻ്റെ രണ്ടാമത്തെ മകനായ വർക്കിക്ക് 7 മക്കളാണ്, 4 ആൺമക്കളും 3 പെൺമക്കളും. മൂത്ത മകൻ പാപ്പച്ചൻ പാലായിലും, കുഞ്ഞുമോൻ വാകക്കാടും, അപ്പച്ചൻ പണ്ണങ്ങാനത്തും, തൊമ്മച്ചൻ മൂന്നലവിലും താമസമാക്കി. പെൺമക്കളായ ചിന്നമ്മയെ കുറവലങ്ങാട് ചേലങ്ങാട്ടുശ്ശേരിയിലും, ഏലമ്മയെ പെരുമ്പാവൂരിലേക്കും, മേരിയെ പാല എംബ്രയിലും വിവാഹം ചെയ്തയച്ചു. മറ്റൊരു മകനായ പാപ്പച്ചന് 7 മക്കളാണ്, 4 ആണ് 3 പെണ്ണും. ഇവരെല്ലാം മലബാർ ആലക്കോട്, ചെമ്പേരി, പയ്യന്നൂർ എന്നീ ഭാഗങ്ങളിൽ താമസിക്കുന്നു. മറ്റൊരു മകൻ ദേവസ്യാച്ചൻ്റെ മകൻ ജോൺസൺ കുമളിയിൽ താമസിക്കുന്നു. ഉലഹന്നാൻ്റെ ഇളയ മകനായ മത്തായിയുടെ മകൻ തൊമ്മച്ചൻ മണ്ണാർക്കാട് ആനനല്ലൂരിൽ താമസിക്കുന്നു. മൂന്നാമത്തെ മകൻ യൂസേപ്പ്. യാക്കോബിൻ്റെ മൂന്നാമത്തെ മകനായ യൂസേപ്പിന് 2 ആൺമക്കളും 3 പെൺമക്കളുമാണ്. ആൺമക്കൾ വർക്കിയും മത്തായി എന്നിവരാണ്. പെൺമക്കളിൽ ഒരാൾ വല്ലനാട് പൈസ്മുണ്ട്, ഒരാൾ മൂന്നാനപ്പള്ളി തീടനാട്, ഒരാൾ തെക്കേൽ പൂഞ്ഞാർ എന്നിവിടങ്ങളിൽ വിവാഹം ചെയ്തിരിക്കുന്നു. ഇവരുടെ മക്കൾ പ്ലാസിനാൽ, ഭരണങ്ങാനം, വെള്ളികുളം, പ്രവിത്താനം, തൊടുപുഴ, പാല എന്നിവിടങ്ങളിൽ താമസിക്കുന്നു. 4 ചാക്കോ. നമ്മുടെ പൂർവ്വപിതാവായ യാക്കോബിൻ്റെ മറ്റൊരു മകനായ ചാക്കോയ്ക്ക് 2 ആൺമക്കളാണുള്ളത്, കുഞ്ഞാപ്പനും ചാക്കോയും. ചാക്കോയ്ക്ക് 4 ആൺമക്കളും 2 പെൺമക്കളുമാണുള്ളത്. ചാക്കോയുടെ മക്കളായ തൊമ്മച്ചൻ അരുവത്തറയിലും, ഔസേപ്പച്ചൻ എറണാകുളത്തും, കുഞ്ചേട്ടൻ കലയക്കണ്ടത്തും, കൊച്ചേട്ടൻ തീക്കോയിലും താമസമാക്കി. പെൺമക്കളിൽ ഒരാളെ കളത്തൂക്കടവ് മുതുകാട്ടിലും, മറ്റൊരാളെ അഞ്ഞൂറ്റിമംഗലം കരിങ്ങഴയിലും വിവാഹം ചെയ്തു. കുഞ്ഞാപ്പന് 3 ആൺമക്കളും 3 പെൺമക്കളുമാണുള്ളത്. ആൺമക്കൾ നിര്യാതരായ പാപ്പച്ചൻ, മത്തച്ചൻ, കുട്ടിയച്ചൻ അമ്പാറ. പെൺമക്കൾ ഏലിക്കുട്ടി ആലക്കോട് തെക്കേലും, ചിന്നമ്മയെ ചിന്നാർ കൊടൈക്കനാലിലും, മറ്റൊരു മകളായ മേരിയെ അറക്കുളം
കാനാട്ടിലും വിവാഹം ചെയ്തിരിക്കുന്നു. 5 പൂർവ്വപിതാവായ യാക്കോബിൻ്റെ കൊച്ചുമകനാണ് വർക്കി. വർക്കിക്ക് 2 ആൺമക്കൾ അപ്പച്ചി, പാപ്പച്ചി. പാപ്പച്ചിയുടെ മക്കൾ മൂലമറ്റം, വെള്ളിയാമറ്റം, ഉടുമ്പന്നൂർ, കണ്ണൂർ, പരിയാരം എന്നിവിടങ്ങളിൽ താമസിക്കുന്നു. അപ്പച്ചിക്ക് 3 ആൺമക്കളും 2 പെൺമക്കളുമാണ്. ഇവർ വെട്ടിമറ്റത്ത് നീലൂരുമായി താമസിക്കുന്നു. ഇതാണ് നമുക്കിപ്പം കിട്ടിയിരിക്കുന്നതനുസരിച്ചുള്ള കുടുംബചരിത്രം. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വിശദമായി പഠിച്ചതിന് ശേഷം അടുത്ത കുടുംബയോഗത്തിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. പിന്നെ ഒരു പ്രത്യേക കാര്യമുള്ളത്, അടുത്ത വർഷത്തെ നമ്മുടെ കുടുംബയോഗം എടമറുക് വെച്ചാണ് നടത്തുവാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അതും മെയ് മാസം 2nd സാറ്റർഡേ ആയിരിക്കും. എടമറുക് എന്ന് പറയുന്നത് എൻ്റെ ഇടവകയാണ്. അതുകൊണ്ട് അടുത്ത വർഷവും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. തോട്ടപ്പള്ളി കുടുംബയോഗം ഉദ്ഘാടനം ചടങ്ങ് നിർവഹിക്കുവാനായി ഏറ്റവും ആദരണീയനായ MLA ശ്രീ മാണി സി കാപ്പൻ സാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളും. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ തോട്ടപ്പള്ളി കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ ഷാജിമോൻ ജേക്കബ്, സ്വാഗതം ആശംസിച്ച ശ്രീ ജോസ് തോട്ടപ്പള്ളിയിൽ, കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ഷോൺ ജോർജ്, തലപ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി എൽസമ്മ തോമസ്, പ്രിയങ്കരനായ ഫാദർ ജെയിംസ് തോട്ടപ്പള്ളിയിൽ, ഫാദർ ജോർജ് തോട്ടപ്പള്ളിയിൽ, റജി ടി ജോസഫ്, ഫാദർ ടോജസ്, ഫാദർ ജിൻസ്, പ്രിയപ്പെട്ട റജി, പ്രിയപ്പെട്ട ജെറീഷ് ജോയി, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സിസ്റ്റേഴ്സ്, തോട്ടപ്പള്ളി കുടുംബാംഗങ്ങളെ, ഞാനവിടെ ഇരുന്നപ്പോൾ ചുമ്മാ ഒന്ന് ആലോചിക്കുമായിരുന്നു. കാപ്പി കുടുംബയോഗത്തിൻ്റെ ലിസ്റ്റ് ഇതുപോലെ വായിക്കുമായിരുന്നെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീരുകയില്ലായിരുന്നു. കാരണം ഞങ്ങൾ ഓരോ കുടുംബത്തിലും 10-12 പേര് പൂർവികന്മാർ മുതലുണ്ട്. ഇങ്ങോട്ട് വന്ന് താഴെ എൻ്റെ കുടുംബത്തിൽ വരെ 11 പേരുണ്ടായിരുന്നു. ഇപ്പം പിന്നെ അത് 3-4 ഒക്കെ ആയിട്ട് ചുരുങ്ങി. കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രധാനമായ ഉദ്ദേശം നമ്മളിൽ നിന്നും താഴേക്കിടയിലുള്ളവരെ നമ്മളിലേക്ക് ഒപ്പത്തിനൊപ്പം കൊണ്ടുവരുന്നതിനുള്ള ഒരു തീവ്രമായ ശ്രമമായിരിക്കണം കുടുംബയോഗങ്ങളിലൂടെ ഉണ്ടാവേണ്ടത്. അതായിരിക്കണം പ്രധാനമായ ലക്ഷ്യം. ഞാൻ ഈ അവസരത്തിൽ തോമസ് ആൽവ എഡിസൻ്റെ അദ്ദേഹം എഴുതിയ പുസ്തകത്തിലെ ഒരു ഭാഗം പറയാൻ ആഗ്രഹിക്കുക. തോമസ് ആൽവ എഡിസനെ നിങ്ങൾ അറിയുമല്ലോ, ലോകത്തിലാദ്യമായി ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച വ്യക്തി. ഈ തോമസ് ആൽവ എഡിസൺ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു റെയിൽവേ പോർട്ടറായിരുന്നു. അമ്മ അയൽ വീടുകളിലൊക്കെ പോയി ജോലി ചെയ്യും. ഇവനെ കൊള്ളാവുന്ന ഒരു സ്കൂളിൽ പഠിപ്പിച്ച് മിടുക്കനാക്കണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് അവർ ഒരു നല്ല സ്കൂളിൽ കൊണ്ട് ചേർത്തു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം നിർഭാഗ്യമെന്ന് പറയട്ടെ, തോമസ് ആൽവ എഡിസൻ്റെ പിതാവ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അതിൽ റെയിൽവേ പോർട്ടറായിരുന്നു. പിന്നീട് അമ്മ ഈ പഠിത്തം തുടർത്തുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കാൻ മകൻ സ്വന്തം നിലയിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി ബുക്കും പേപ്പറും ഒക്കെ വിൽക്കുന്ന പണി കൂടെ ചെയ്തുകൊണ്ടിരുന്നു. എന്നും ക്ലാസ്സിൽ താമസിച്ച് ചെല്ലുന്ന തോമസ് ആൽവ എഡിസൻ്റെ കയ്യിൽ പ്രിൻസിപ്പൽ ഒരു കത്ത് കവറിലിട്ട് ഒട്ടിച്ചു കൊടുത്തു. നീ പൊട്ടിച്ചു നോക്കരുത്, നിൻ്റെ അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അവൻ രാത്രിയിൽ അമ്മയോടൊപ്പം കിടന്നപ്പോൾ ചോദിച്ചു, അമ്മേ ആ കത്തിൽ എന്താ എഴുതിയിരുന്നെന്ന്. അമ്മ പറഞ്ഞു, നീ നല്ലൊരു വിദ്യാർത്ഥിയാണ്, നീ നല്ല നിലകളിലെത്തും, ഒരുപാട് കഴിവുള്ളവനാണ്, അതുകൊണ്ട് കൊള്ളാവുന്നൊരു സ്കൂളിലേക്ക് മാറ്റി പഠിപ്പിക്കണം എന്നാണ് അതിൽ എഴുതിയിരുന്നെന്ന് പറഞ്ഞു. ഈ തോമസ് ആൽവ എഡിസൺ വർഷങ്ങൾക്ക് ശേഷം ബൾബ് കണ്ടുപിടിച്ചിട്ട് ആ ബൾബിൻ്റെ ആദ്യത്തെ പ്രദർശനത്തിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തി. ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നു. ആദ്യത്തെ ദിവസം ആ പ്രദർശനം നടത്തേണ്ട സമയം ട്രേയ്ക്കകത്ത് ഈ ബൾബും കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസിൻ്റെ കയ്യിൽ നിന്ന് ഈ ബൾബ് വീണ് പൊട്ടിപ്പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാളെ ഇതേ സമയത്ത് ഈ പ്രദർശനം നടത്തിയിരിക്കും എന്ന് പറഞ്ഞു. പിറ്റേ ദിവസവും ഈ തലേ ദിവസം പൊട്ടിച്ചു വന്ന ആളുകൾ തന്നെ ഇതുകൊണ്ടുവന്നു, പ്രദർശനം നടത്തി. പ്രദർശനം വിജയകരമായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന പലരും ചോദിച്ചു, ഇന്നലെ നിങ്ങളുടെ ബൾബ് പൊട്ടിച്ച് പ്രദർശനം മുടക്കിയ ഇവരെ തന്നെ വീണ്ടും നിങ്ങൾ എന്തിനു കൊണ്ടുവന്നു? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ അമ്മ എന്നെ പഠിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ പഠിച്ച എഞ്ചിനീയറായി, ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി, എനിക്ക് ജോലി കിട്ടി. അമ്മ മരിച്ചു. പുതിയ വീട് പണിയാൻ വേണ്ടി പഴയ വീട് പൊളിച്ചപ്പോൾ അമ്മയുടെ പഴയൊരു തകരപ്പെട്ടി ശ്രദ്ധയിൽപ്പെട്ടു. ആ പെട്ടി തുറന്നപ്പോൾ അന്നത്തെ കത്ത് അവിടെ ഇരിക്കുന്നു കവറിൽ. ആ കവത്തിൽ എഴുതിയിരുന്നത്, നിങ്ങളുടെ മകൻ ഈ സ്കൂളിൽ പഠിക്കാൻ യോഗ്യനല്ല, റെയിൽവേ സ്റ്റേഷനിൽ ബുക്കും പേപ്പറും വിറ്റ് നടക്കുന്ന ഒരുത്തൻ, എന്നും ക്ലാസ്സിൽ താമസിച്ചു വരുന്നൊരുത്തൻ ഈ സ്കൂളിൻ്റെ സ്റ്റാൻഡേർഡിന് ചേർന്നതല്ല, TC വാങ്ങി മറ്റേതെങ്കിലും സ്കൂളിലോട്ട് കൊണ്ടുപോക്കോ എന്നാണ് എഴുതിയിരുന്നത്.
അപ്പോൾ അവൻ പറഞ്ഞു, അന്ന് അമ്മ ആ കത്തിൻ്റെ ഉള്ളടക്കം സത്യസന്ധമായി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനും ഒരു റെയിൽവേ പോർട്ടറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂലിയോ മറ്റോ ആയി പോകുമായിരുന്നു. അമ്മ എന്നിലേക്ക് പകർന്നു തന്ന പോസിറ്റീവ് എനർജിയാണ് എന്നെ ഈ ഉന്നത തലങ്ങളിൽ എത്തിക്കാനും ഈ ബൾബ് കണ്ടുപിടിക്കാനും സഹായകമായത് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ തലേദിവസം ബൾബ് പൊട്ടിച്ച ആളുകളെ ശിക്ഷിക്കാതിരുന്നത്, അവരിലെ പോസിറ്റീവ് എനർജി നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിച്ചത്. ഞാൻ ഈ പറഞ്ഞു വന്നത്, കുടുംബാംഗങ്ങൾ പരസ്പരം പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കുന്നവരായി മാറണം. ആ പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കുമ്പോൾ മറ്റുള്ളവരും അവർക്കത് ആ പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി ഉന്നതങ്ങളിലേക്ക് പോകുവാനുള്ള ഒരു മാർഗമായി മാറും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ പറയുന്നതിനൊരു കാര്യം കൂടിയാണ്. ഞങ്ങൾ കാപ്പിൽ കുടുംബയോഗം 42 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. അന്ന് ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പം കട്ടപ്പനയിൽ ഒരാൾ കൂലിപ്പണി എടുക്കുക, കാപ്പി കുടുംബത്തിലെ ഒരാൾ. അപ്പോൾ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടായി. ഞങ്ങൾ അദ്ദേഹത്തിന് എല്ലാവരും കൂടി 5 ഏക്കർ സ്ഥലം മേടിച്ചു കൊടുത്തു. പുള്ളി നല്ല കർഷകനായിരുന്നു, നല്ല നിലയിലെത്തി. മക്കളെല്ലാം ഇപ്പം വിദേശത്താണ്. വലിയ കെട്ടിടവും വലിയ സംവിധാനവും എല്ലാം ഉണ്ട്. എല്ലാ വർഷവും അദ്ദേഹം കുടുംബയോഗത്തിന് 1,00,000 രൂപ വീതം കൊണ്ടുവന്ന് കൊടുക്കുന്നുമുണ്ട്. ആ നിലയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞത് ഇത്തരമൊരു കുടുംബയോഗത്തിൽ, ആ കുടുംബയോഗത്തിൻ്റെ അടിവേരുകൾ അന്വേഷിച്ച് ചെന്നപ്പോൾ കിട്ടിയ അറിവാണ് അദ്ദേഹത്തെ കൈപിടിച്ചുയർത്താൻ കാരണമായത്. അത്തരം രീതിയിൽ, ആ രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്കുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ രണ്ടാമത് തോട്ടപ്പള്ളിയിൽ കുടുംബയോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. തോട്ടപ്പള്ളിയിൽ കുടുംബയോഗം രണ്ടാമത് വാർഷിക പൊതുയോഗത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിക്കപ്പെടുകയാണ്. നമുക്കേവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കാളികളാകാം. അവസരത്തിൽ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത എന്നും നിലനിൽക്കുവാനും ബന്ധങ്ങൾ പുതുക്കുവാനും സ്നേഹബന്ധങ്ങൾ നിലനിർത്തുവാനും ഇനിയും നമുക്കേവർക്കും ആകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടാമത് പൊതുയോഗം, തോട്ടപ്പള്ളി പൊതുയോഗം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിക്കുന്നു. Thank you all. ഏറെ അഭിമാനപൂർവം തോട്ടപ്പള്ളി കുടുംബത്തിന് ഏറെ സന്തോഷകരമായ ഒരു നിമിഷം. തലപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി എൽസമ്മ തോമസിനെ ആദരിക്കൽ ചടങ്ങ് തോട്ടപ്പള്ളി കുടുംബത്തിന് ഇന്നും അഭിമാന നിമിഷമാണ്. ഈ ഒരു അവസരത്തിൽ ശ്രീമതി എൽസമ്മ തോമസിനെ ആദരിക്കുന്നതിനായി ഏറ്റവും ബഹുമാനപ്പെട്ട തോട്ടപ്പള്ളി അച്ഛനെ ജെയിംസ് അച്ഛനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സമർപ്പിക്കുന്നതിനായി ഏറ്റവും ആദരണീയനായ MLA ശ്രീ മാണിക് സി കാപ്പൻ സാറിനെ ക്ഷണിക്കുന്നു. ഏവർക്കും നന്ദി. ഇനി ഒരു ഗാനമായാലോ? ഗാനമാലപിക്കുവാനായി വേദിയിലേക്ക് കടന്നു വരുന്നു പാലാ കരോളിൻ ടോം തോട്ടപ്പള്ളി. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഏറ്റവും ആദരണീയനായ MLAക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിൽ ഏറ്റവും ഹൃദ്യമായ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു.
പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ മണമെല്ലാം മധുര കനവായി മാറിപ്പോയി. മണിവില്ലിൻ നിറമുണ്ടോ മഞ്ഞോളം കുളിരുണ്ടോ ഒരു വട്ടം കൂടി ചൊല്ലാമോ. മണിവിൽ കൊടി മഞ്ഞായി
താങ്ക് യു. ശ്രുതിമധുരമായ ഗാനം ആലപിച്ച് ഈ വേദിയെ ധന്യമാക്കിയത് നമ്മുടെ ജെയിംസ് തോട്ടപ്പള്ളി അച്ഛൻ്റെ അനിയൻ തോമസ് കുട്ടിയുടെ മകളായ കരോളിൻ തോട്ടപ്പള്ളിയാണ്. കരോളിന് അഭിനന്ദനങ്ങൾ. അടുത്തതായി റിപ്പോർട്ട് കണക്ക് അവതരണമാണ്. റിപ്പോർട്ട് കണക്ക് അവതരിപ്പിക്കുന്നതിനായി കുടുംബാംഗം ട്രഷറർ ശ്രീ ജെറീഷ് ജോയിനെ ക്ഷണിച്ചുകൊള്ളുന്നു. തോട്ടപ്പള്ളി കുടുംബയോഗം റിപ്പോർട്ട് 2023 തീയതി മെയ് മാസം നാരേക്കാനം തോട്ടപ്പള്ളി കുടുംബയോഗത്തിൻ്റെ പ്രഥമ കുടുംബയോഗം നടത്തി. രാവിലെ 10 മണിക്ക് നാരേക്കാനം സെൻറ്റ് ജോസഫ് പള്ളിയിൽ റവറൻ ഫാദർ ജെയിംസ് തോട്ടപ്പള്ളിൻ്റെയും റവറൻ ഫാദർ സുബിൻ തോട്ടപ്പള്ളിൻ്റെയും കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ അനുസ്മരിച്ച് പള്ളിയിൽ ഒപ്പീസും നടത്തി. കുടുംബയോഗത്തിൻ്റെ 2ാം സെഷൻ നാരേക്കാനത്ത് തോട്ടപ്പള്ളിയിൽ ജെറീഷിൻ്റെ ഭവനത്തിൽ എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് കൂടി. തുടർന്ന് ഓരോ കുടുംബങ്ങളെയും സ്റ്റേജിലേക്ക് വിളിച്ച് പ്രസിഡന്റ് ശ്രീ ഷാജി ജേക്കബ് ഇടമറുക് ശ്രീ അപ്പച്ചൻ മുളകരമയുടെ കൂടി പരിചയപ്പെടുത്തി. 1 മണിയോടുകൂടി എല്ലാവരും ലഞ്ചിനായി പിരിഞ്ഞു. ഈ സമയത്തും കുടുംബാംഗങ്ങൾ പരസ്പരം പരിചയപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. 3ാം സെഷൻ 2 മണിക്ക് ആരംഭിച്ചു. കുടുംബയോഗത്തിലേക്ക് വന്ന വിശിഷ്ടാതിഥിയായ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവിനെയും കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും കൂടി സ്വീകരിച്ചു. ശ്രീ ജെറീഷ് ജോയ് നാരേക്കാനം പിതാവിന് ബൊക്കെ നൽകി സ്വീകരിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ സെക്രട്ടറി ശ്രീ റെജി ജോസഫ് വാഴ്വര സ്വാഗതം ആശംസിച്ചു. ശ്രീ ജെറീഷ് ജോയ് കുടുംബചരിത്രത്തിലൂടെ ഒരു എത്തിനോട്ടം യോഗത്തിൽ വായിച്ചു. ശ്രീമതി LC പ്ലാസ്നാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യോഗത്തിൽ കുടുംബയോഗത്തിൻ്റെ ആദരണീയനായ രക്ഷാധികാരി ഫാദർ ജെയിംസ് തോട്ടപ്പള്ളിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. കുടുംബയോഗത്തിൻ്റെ ഉദ്ഘാടനം ഇടുക്കി രൂപതയുടെ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവ് നിർവഹിച്ചു. കൂടാതെ പിതാവ് കുടുംബത്തിൽ 80 വയസ്സ് പൂർത്തിയാക്കിയവരെയും വിവാഹ ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കിയവരെയും ആദരിക്കുകയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുടുംബത്തിലെ കുട്ടികളെ പിതാവ് അഭിനന്ദിക്കുകയും ചെയ്തു. നാരേക്കാനം പള്ളി വികാരി ഫാദർ തോമസ് നെച്ചിക്കാട്ട് അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ആശംസകൾ നേർന്നുകൊണ്ട് നാരേക്കാനം വാർഡ് മെമ്പർ ശ്രീ ജിജോ ജോർജ്, ശ്രീ TD ജോസഫ് പ്ലാസ്നാൽ, സിസ്റ്റർ ആൻ ജെയിംസ് എന്നിവർ സംസാരിച്ചു. യോഗത്തിന് ശ്രീ VT തോമസ് നന്ദിയും രേഖപ്പെടുത്തി. 4 മണിക്ക് യോഗം പര്യവസാനിക്കുകയും എല്ലാവരും ചായയും സ്നാക്സും കഴിച്ച് സന്തോഷത്തോടെ പിരിയുകയും ചെയ്തു. ദൈവാനുഗ്രഹത്താൽ എല്ലാം നടത്തുന്നതിന് സംഘാടക സമിതിക്ക് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. കുടുംബ സമൂഹത്തിന് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ തോമസ് കുട്ടി പാല, ശ്രീ മാമച്ചൻ പ്ലാസ്നാൽ, ശ്രീ ബെന്നി മൂലമറ്റം, ശ്രീ സുനിൽ അരുവിത്തറ എന്നിവർ നേതൃത്വം നൽകി. അടുത്ത കുടുംബയോഗം 2024 മെയ് 11 തീയതി ശനിയാഴ്ച പ്ലാസ്നാൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ച വിവരം യോഗത്തിൽ രക്ഷാധികാരി അറിയിച്ചു. കുടുംബയോഗത്തിൽ 343 കുടുംബാംഗങ്ങളും 30ഓളം സഹകാരികളും കൂടെ 373 പേർ പങ്കെടുത്തു. കുടുംബയോഗത്തിൽ 6 മൈൽ, മാങ്കുളം, തോക്കുപാറ, അടിമാലി, കഞ്ഞിക്കുഴി, കുമളി, കട്ടപ്പന, മുളകരമേട്, വെള്ളിയാങ്കുടി, നിർമ്മല സിറ്റി, വാഴവര, നാരകക്കാനം, പെരിങ്കുളം, കാലടി, കൈപ്പള്ളി, പൂഞ്ഞാർ, കുന്നോന്നി, വെള്ളികുളം, അമ്പാറ, പൂഞ്ഞാർ, ഭരണങ്ങാനം, പാല, വള്ളിച്ചിറ, തൊടുപുഴ, പ്രവിത്താനം, ഇടമറക്, മണിമല, കൂവപ്പള്ളി, വാകക്കാട്, മൂലമറ്റം, വെള്ളിയാമറ്റം, കരിമണ്ണൂർ, വെട്ടിമറ്റം, ആലക്കോട്, ഇടവെട്ടി, അമ്പാറനിരപ്പ്, മേലുകാവ്, അരുവിത്തറ എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ള കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. ഈ പ്രവർത്തന വർഷത്തിൽ 1/6/2023 പാലായിൽ ഉള്ള തോട്ടപ്പള്ളി തോമസ് കുട്ടിയുടെ ഭവനത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുകയും പ്രഥമ കുടുംബയോഗത്തിനനുസരിച്ച് വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. ചെലവിനൊത്ത് ഇല്ലാതിരുന്നതിനാൽ കടം തീർക്കുന്നതിനായി കുറച്ച് പേരോട് കൂടി ഫണ്ട് ആവശ്യപ്പെടുവാനും തീരുമാനിച്ചു. 15/6/2023 മൂലമറ്റത്തുള്ള തോട്ടപ്പള്ളി ബെന്നിയുടെ ഭവനത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുകയുണ്ടായി. കുടുംബയോഗത്തിൻ്റെ നടത്തിപ്പിലുണ്ടായ കടം വീട്ടുന്നതിനായി കമ്മിറ്റി അംഗങ്ങൾ ഓരോരുത്തരും കുറച്ച് ഫണ്ട് കൂടി ഇടുന്നതിനും പേഴ്സണലായി കുറച്ച് ഫണ്ട് കൂടി ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് ആവശ്യപ്പെടുന്നതിനും തീരുമാനിച്ചു. 18/8/2023 പ്ലാസ്നാലുള്ള TD ജോസഫിൻ്റെ ഭവനത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുകയുണ്ടായി. കുടുംബയോഗം നടത്തിയ വഴിയുണ്ടായ കടം തീർക്കാൻ നടപടികൾ സ്വീകരിച്ചു. ഇനി കുടുംബയോഗത്തിൻ്റെ നടത്തിപ്പിനുള്ള കടം ഏകദേശം 20,000 രൂപ മാത്രമാണ്. കുടുംബയോഗം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി മലബാർ മേഖലയിൽ സന്ദർശനം നടത്തുവാൻ കമ്മിറ്റി തീരുമാനിച്ചു. 1/9/2023 മുതൽ 4/9/2023 വരെ തീയതികളിൽ മലബാർ മേഖലയിലുള്ള കണ്ണൂർ, ആലക്കോട്, പാപ്പിനിശ്ശേരി, പരിയാരം, ചെറുപുഴ, കുടിയാൻമല, കടുമേനി, ചിറ്റാരിക്കൽ, പോത്തൻപാറ, പാക്കഞ്ഞിക്കാട്, ഇരട്ടി, പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട്, ഒറ്റപ്പാലം മേഖലകളിലുള്ള തോട്ടപ്പള്ളിൽ കുടുംബാംഗങ്ങളിൽ പ്രസിഡന്റ് ഷാജി തോട്ടപ്പള്ളിൽ, സെക്രട്ടറി റെജി തോട്ടപ്പള്ളിൽ, ട്രഷറർ ജെറീഷ് തോട്ടപ്പള്ളിൽ എന്നിവർ നേരിട്ട് എത്തുകയും കുടുംബാംഗങ്ങളെ പരിചയപ്പെടുകയും അവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. മലബാറിൽ ഭവന സന്ദർശനത്തിൽ പോകുവാൻ ഞങ്ങൾക്കൊപ്പം വരികയും
ആ ദിവസങ്ങളിൽ ഞങ്ങൾക്കൊപ്പം താമസ സൗകര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്ത പാപ്പശ്ശേരിയിലുള്ള തോട്ടപ്പള്ളിയിൽ ജോസ് ചേട്ടനോടും കുടുംബാംഗങ്ങളോടും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു. 9/11/2023 പാലായിലുള്ള തോട്ടപ്പള്ളി തോമസ് കുട്ടിയുടെ ഭവനത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുകയുണ്ടായി. കമ്മിറ്റിയിൽ മലബാർ സന്ദർശനം വിശദമായി ചർച്ച ചെയ്തു. കുടുംബയോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനായി മേഖലകൾ തിരിച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഓരോ മേഖലയിൽ നിന്നും 2 പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ചു. 10/11/2023 അന്നമ്മ ജോർജ് പാറടിയിൽ ചെമ്മലമറ്റം തോട്ടപ്പള്ളിയിൽ കുടുംബാംഗം നിര്യാതയായി. കുടുംബാംഗത്തിന് തോട്ടപ്പള്ളിയിൽ കുടുംബയോഗത്തിൻ്റെ ആദരാഞ്ജലികളും പ്രാർത്ഥനകളും. 10/11/2023 റവറൻ ഫാദർ തോമസ് പുല്ലുകാട്ട് തീക്കോയി. 2/12/2023 ഇടുക്കി മാങ്കുളത്തുള്ള തോട്ടപ്പള്ളിൽ ഷിബുവിൻ്റെ വീട്ടിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും മേഖലാ കമ്മിറ്റിയും കൂടുകയുണ്ടായി. 3-ാം തീയതി ഞായറാഴ്ച ബഹുമാനപ്പെട്ട ജെയിംസ് തോട്ടപ്പള്ളിൽ അച്ഛൻ്റെ കാർമ്മികത്വത്തിൽ ആ ഇടവകയിൽ വിശുദ്ധ കുർബാനയും അർപ്പിച്ചു. 14/1/2024 ഓരോ മേഖലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 2 പ്രതിനിധികൾ വീതം മേഖലാ കമ്മിറ്റിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും സംയുക്തമായി അരുവത്തറയിലുള്ള തോട്ടപ്പള്ളിൽ സുനിലിൻ്റെ ഭവനത്തിൽ കൂടുകയുണ്ടായി. കുടുംബയോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി എല്ലാ മേഖലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയും ചെയ്തു. 7/12/2023 TC കുര്യൻ അപ്പച്ചൻ തോട്ടപ്പള്ളിയിൽ പാക്കഞ്ഞിക്കാട് ചെറുപുഴ മലബാർ നിര്യാതനായി. കുടുംബയോഗത്തിൻ്റെ ആദരാഞ്ജലിയും പ്രാർത്ഥനകളും. 3/3/2024 മേഖലാ കമ്മിറ്റി ഭാരവാഹികളും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും സംയുക്ത മീറ്റിംഗ് ഇടമറുകിലുള്ള ഷാജി തോട്ടപ്പള്ളിൻ്റെ ഭവനത്തിൽ കൂടുകയുണ്ടായി. തോട്ടപ്പള്ളിൽ എന്ന വീട്ടുപേരുള്ള കുടുംബാംഗങ്ങൾ തോട്ടപ്പള്ളിയിൽ കുടുംബയോഗത്തിൻ്റെ മെമ്പർഷിപ്പ് വിതരണം ചെയ്യുന്നതിനും മെമ്പർഷിപ്പ് 1000 രൂപ ഫീസ് ഈടാക്കുന്നതിനും തീരുമാനിച്ചു. മെമ്പർഷിപ്പിൻ്റെ വിതരണം അതാത് മേഖലയിലുള്ള ഭാരവാഹികളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. 23/3/2024 നമ്മുടെ കുടുംബയോഗത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയ എൽസമ്മ തോമസ് തോട്ടപ്പള്ളിയിൽ തലപ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചേച്ചിക്ക് തോട്ടപ്പള്ളിയിൽ കുടുംബയോഗത്തിൻ്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ. 14/4/2024 മേഖലാ കമ്മിറ്റി ഭാരവാഹികളുടെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റികളുടെയും സംയുക്ത മീറ്റിംഗ് കട്ടപ്പന വാഴവരയിലുള്ള റെജി തോട്ടപ്പള്ളി ഭവനത്തിൽ കൂടുകയുണ്ടായി. മെയ് 11-ാം തീയതി നടക്കുന്ന പാലാ പ്ലാസ്നാൽ നടക്കുന്ന തോട്ടപ്പള്ളി കുടുംബയോഗത്തിൻ്റെ വിജയത്തിനു വേണ്ടിയും പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വിജയകരമായി കുടുംബയോഗം നടത്തുന്നതിനുമായി വിവിധ കമ്മിറ്റികൾ തിരഞ്ഞെടുത്ത് പ്രവർത്തനം നടത്തുവാൻ തീരുമാനിച്ചു. 19/4/2024 കുടുംബയോഗത്തിന് മുന്നോടിയായ മലബാറിലുള്ള കുടുംബാംഗങ്ങളെ നേരിട്ട് സന്ദർശിച്ച് മെമ്പർഷിപ്പ് നൽകുന്നതിനും കുടുംബയോഗത്തിലേക്ക് ക്ഷണിക്കുന്നതിനുമായി പ്രസിഡന്റ് ഷാജി തോട്ടപ്പള്ളിൻ്റെയും ട്രഷറർ ജെറീഷ് തോട്ടപ്പള്ളിൻ്റെയും മലബാർ മേഖലയിൽ വീണ്ടും സന്ദർശനം നടത്തുകയുണ്ടായി. 4/5/2024 മേരിക്കുട്ടി ഉപ്പൂട്ടിൽ കടുമേനി മലബാറിലുള്ള തോട്ടപ്പള്ളിയിൽ കുടുംബാംഗം നിര്യാതയായി. കുടുംബാംഗത്തിൻ്റെ ആദരാഞ്ജലിയും പ്രാർത്ഥനകളും. 5/5/2024 എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്ലാസ്നാലുള്ള തോട്ടപ്പള്ളിയിൽ ജെയിംസ് അച്ഛൻ്റെ വസതിയിൽ കൂടുകയും കുടുംബയോഗത്തിൻ്റെ നടത്തിപ്പിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയും വിജയകരമാക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുവാനും തീരുമാനിച്ചു. പ്രിയമുള്ള തോട്ടപ്പള്ളി കുടുംബാംഗങ്ങളെ, നിങ്ങൾ കഴിഞ്ഞ ഈ 1 വർഷം ഈ കമ്മിറ്റിയോട് കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും സഹായങ്ങൾക്കും ഞങ്ങൾ എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും 1000 നന്ദി. പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും വിലയേറിയ നിർദ്ദേശങ്ങൾ തന്ന മേഖലാ കമ്മിറ്റി ഭാരവാഹികൾക്കും 1000 നന്ദി. നമ്മുടെ കുടുംബയോഗം മുടക്കം കൂടാതെ എല്ലാ വർഷവും നടത്തുന്നതിന് നമ്മുടെ കുടുംബത്തിന് തണലുമായി സഹായമായി ഒന്നിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ, ശക്തരാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കഴിഞ്ഞ 1 വർഷത്തെ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ജെറീഷ് ജോയ് ഈ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ഷോൺ ജോർജിനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ ഏറ്റവും ബഹുമാനായ അധ്യക്ഷൻ തോട്ടപ്പള്ളി കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ജെയ്സൺ ജോസഫ്, ബഹുമാനപ്പെട്ട വൈദികരെ, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ തലപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽസമ്മ തോമസ്, ജോർജ് അച്ച, ജെയിംസ് അച്ച, ഇവിടെ സ്വാഗതം ആശംസിച്ച ജോസിയേട്ടൻ, അതുപോലെ റിപ്പോർട്ട് അവതരിപ്പിച്ച ജെറീഷ് ജോയ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന തോട്ടപ്പള്ളി കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, അച്ഛന് എന്നോട് ചോദിച്ചു, ജോർജ് അച്ഛനോട് ചോദിച്ചു, ബോറടിക്കുന്നുണ്ടോ? ഞങ്ങളുടെ ഈ ചരിത്രമൊക്കെ കേട്ടിട്ട് ബോറടിക്കുന്നുണ്ടോ എന്ന് അച്ഛൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു,
ഞങ്ങളുടെ കുടുംബയോഗം എല്ലാ വർഷവും ജനുവരി 26-നാണ് കൂടാറുള്ളത്. ഞങ്ങളുടെ റിപ്പോർട്ട് അവതരണം സാധാരണ 1 മണിക്കൂറാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ റിപ്പോർട്ടും വളരെ ചെറിയ കുടുംബചരിത്രവുമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ രണ്ടാമത് ചോദിച്ചു, നിങ്ങൾ കസിൻസ് തന്നെ ഒത്തിരി പേരില്ലേ എന്ന് അച്ഛൻ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു. എൻ്റെ സെക്കൻഡ് കസിൻസ്, എൻ്റെ അപ്പൻ്റെ ആ ലെവൽ കഴിഞ്ഞ് എൻ്റെ സെക്കൻഡ് കസിൻസ് മാത്രം 509 പേരാണ്. അപ്പോൾ ഞങ്ങളുടെ കുടുംബയോഗത്തിൻ്റെ ചരിത്രം പറഞ്ഞു വരുമ്പോൾ എങ്ങനെ പോകും എന്നുള്ളത് അറിയാം. തീർച്ചയായിട്ടും ഞാൻ അച്ഛനോട് സൂചിപ്പിക്കുകയായിരുന്നു, ഇവിടെ പലപ്പോഴും കുടുംബയോഗങ്ങൾക്ക് വിളിക്കുമ്പോൾ വരാൻ നമ്മൾ വലിയ മടി കാണിക്കും. നമുക്ക് തിരക്കാണ്, നമുക്ക് ജോലിയുടെ തിരക്കുകളുണ്ട്, പിള്ളേരുടെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഒരു പറ്റം ആളുകൾ, നമ്മുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഭാരവാഹികളുമൊക്കെ, അവർക്കും ഒത്തിരി തൊഴിലുകളുള്ളതാണ്. അവരെല്ലാം അത് മാറ്റിവെച്ചുകൊണ്ട് കുടുംബമെന്ന് ചിന്തിച്ചത് കൊണ്ടാണ് നമ്മളെല്ലാം ഇന്നിവിടെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവരും അവനവൻ്റെ കാര്യമെന്ന് ചിന്തിച്ചാൽ ഒരു കുടുംബയോഗവും എവിടെ ഉണ്ടാവില്ല. കാരണം ഇതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ലാഭം ഒരു കുടുംബാംഗങ്ങൾക്കും ഇല്ല. പക്ഷേ സഹോദരങ്ങളെ ഒരുമിച്ച് നിർത്താൻ, ഇവിടെ MLA സൂചിപ്പിച്ച പോലെ നമുക്കിടയിൽ കഷ്ടപ്പെടുന്നവർ ധാരാളമായിട്ടുണ്ട്. ഞാൻ ഞങ്ങളുടെയൊക്കെ കുടുംബയോഗം ഉണ്ടായതിന് ശേഷം കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പല കുടുംബങ്ങളിലും പിള്ളേർക്ക് വിദ്യാഭ്യാസം ആവശ്യം, അതുപോലെ വിദേശത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള സപ്പോർട്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ കുടുംബയോഗം ഉണ്ടായതിന് ശേഷം 100% ഞാൻ പറയില്ല, പക്ഷേ ഒത്തിരി പരിഹാരങ്ങൾ അതിനകത്ത് ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റില്ല, ലോകത്തെ ഏറ്റവും വലിയ അന്തരം എന്താണ് എന്ന് ഞാൻ ചോദിച്ചാൽ സഹോദരങ്ങൾക്കിടയിലെ സാമ്പത്തിക അന്തരമാണ് ഏറ്റവും വലിയ അന്തരം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും അത് ഒരാളെ പൂർണ്ണമായും നമുക്ക് ആ തലത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ സഹോദരങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ ഒരാളെ പണം കൊടുത്ത്, അല്ലെങ്കിൽ അയാളുടെ കടക്കണിയിൽ നിന്ന് അയാളെ കരകയറ്റി അയാൾക്ക് വീട് വെച്ച് കൊടുത്ത്, അയാൾക്ക് പറമ്പുണ്ടാക്കി കൊടുത്ത്, അയാൾക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുക്കാനൊന്നും നമുക്കൊരു കുടുംബയോഗത്തിന് കഴിയില്ല. പക്ഷേ നമ്മുടെ കഷ്ടപ്പെടുന്ന ഒരു സഹോദരൻ്റെ മക്കൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയും. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കുടുംബയോഗങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു കാര്യം. ഞങ്ങളുടെ കുടുംബയോഗമൊക്കെ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഒരു മേഖല അതാണ്. തീർച്ചയായിട്ടും തോട്ടപ്പള്ളി ഇന്ന് എന്നാണെങ്കിലും 2 സന്തോഷമാണ്. ഞങ്ങളുടെ എൽസമ്മ ചേച്ചി പ്രസിഡൻ്റ് ആയതിനു ശേഷം അത് പ്ലാസ്ന വെച്ച് തന്നെ കുടുംബയോഗം, എനിക്ക് തോന്നുന്നത് മനഃപൂർവ്വം പ്ലാസ്നയ്ക്ക് ആക്കിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്താൽ അത് പ്രസിഡൻ്റ് ആകുമെന്ന് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പലപ്പോഴും ഈ വനിതാ പഞ്ചായത്ത് മെമ്പർമാരെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ പണിയാണ്. കാരണം എന്തെങ്കിലും ഒരു കാര്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുറകെ നമ്മൾ നടക്കണം. ഇത് നേരെ തിരിച്ചാണ്. തോട്ടപ്പള്ളി കുടുംബക്കാരി ആയതുകൊണ്ട് പറയുന്നതല്ല, അതൊരു മരണമാകട്ടെ, ഒരു ആക്സിഡൻ്റ് ആകട്ടെ, ഞങ്ങളെ വിളിച്ചു ചോദിക്കുമ്പോൾ അപ്പോൾ കഴിഞ്ഞ ദിവസം എമ്പാറ വെച്ചൊരു ആക്സിഡൻ്റ് ഉണ്ടായി, ഒരാൾ മരിച്ചു. ഓർക്കുന്നുണ്ടോ? പിന്നെ ആരുമില്ല, അനാഥനായ മനുഷ്യനാണ്. അപ്പോൾ ഞാനവിടെ വിളിച്ചു, അവരെന്നെ വിളിച്ചു. അത് കഴിഞ്ഞ് ഈ ബോഡി മാറ്റുന്ന കാര്യം പോലീസിനെ വിളിച്ചു, പോലീസ് അറേഞ്ച് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് അപ്പോൾ എന്ത് ബോഡി ഏറ്റുവാങ്ങാൻ പോലും ആളില്ല, എന്താ അവസ്ഥയെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പോലീസിൽ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു മെമ്പർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. കാരണം എനിക്കറിയാം അത് അടക്ക് കഴിഞ്ഞേ എൽസമ്മ ചേച്ചി പിരിയുള്ളൂ. ആ കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് വേണ്ട. അതിനേറെ അറ്റം വരെയും പോയി ആ കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കി. ഞാൻ അതുവരെ ഞാൻ തുരുതുരാ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊന്ന് ഒരു അനാഥമായി ഒരു ഡെഡ് ബോഡി റോഡിൽ കിടക്കാൻ പാടില്ല. പക്ഷേ എൽസമ്മ ചേച്ചി അവിടെ എത്തി എന്ന് പറഞ്ഞ പോലെ എൻ്റെ ടെൻഷൻ തീർന്നു. കാരണം പുള്ളിക്കാരത്തി ബാക്കി ഏറ്റെടുത്തോളൂ. അങ്ങനെ ഒരു പുരുഷ മെമ്പറിനേക്കാൾ കൂടുതൽ ആക്റ്റീവായി ഏത് പാതിരാത്രിയിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല വ്യക്തിത്വമാണ് എൽസമ്മ ചേച്ചി. ഇവിടെ നല്ല സമയത്ത് തന്നെ ഇവിടെ വെച്ച് തന്നെ ഇത് കൂടാൻ എന്തോ കേരളത്തിലുണ്ട്, ഇത് പ്ലാൻ ചെയ്തതാണെന്നുള്ള എനിക്ക് സംശയമൊന്നുമില്ല. എങ്കിലും അതൊരു സന്തോഷമാണ്. നമ്മുടെ കൂടുന്ന സ്ഥലത്ത് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഥമ വനിതയായി നമ്മുടെ കുടുംബക്കാരി ഇരിക്കുമ്പോൾ ഇവിടെ കൂടാൻ കഴിയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സന്തോഷമാണ്. പിന്നെ പ്രത്യേകിച്ച് ജോർജനൊക്കെ തിരികെ എത്തി നാട്ടിലുള്ള സമയം, അതെ വളരെ കൈക്കാരനുണ്ട്. മൊത്തം പ്ലാസനപ്പള്ളി മൊത്തം നിയന്ത്രിക്കുന്ന ഇവിടെ തന്നെയാണ്. പിന്നെ കുംഭാസച്ചനെ കണ്ടില്ലല്ലോ. ഞങ്ങളുടെ കുംഭാസച്ചൻ എന്ത് ചെയ്യും? അത്ര നടക്കാൻ അച്ഛൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അച്ഛനും കൂടെ ഉണ്ടെങ്കിൽ ഒരു രസമായിരുന്നു. പോയതാ, ശരി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ നന്മകളും നേരുന്നു. കുടുംബയോഗം തോട്ടപ്പള്ളി എന്ന് പറയുന്നത് ഇവിടെ പ്ലാസനൽ മാത്രമല്ല, തെടനാട്, പൂഞ്ഞാറ്,
നമ്മുടെ ഈ മേഖല മുഴുവൻ തോട്ടപ്പള്ളിക്കാർ ധാരാളമുണ്ട്. വലിയ മാനസികമായ അടുപ്പമുള്ള ഒത്തിരി ആളുകൾ, പല മുഖങ്ങളും ഇവിടെ തന്നെ ഞാൻ കാണുന്നു. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. അതുപോലെ ഈ കുടുംബയോഗത്തിന് വേണ്ടി രാപകലില്ലാത്ത കഷ്ടപ്പെടുന്ന ഒത്തിരി വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. അവർക്കും പ്രത്യേകം എല്ലാ നന്മകളും നേരുന്നു. കുടുംബയോഗം ഇനിയും ചരിത്രങ്ങൾ, ഇപ്പം അച്ഛൻ സൂചിപ്പിച്ചു, അടുത്ത തലമുറ എങ്ങനെ ചിന്തിക്കും നമുക്കറിയില്ല. പക്ഷേ ഈ തലമുറ വരെ നമുക്കൊരു കൃത്യമായ റെക്കോർഡുണ്ട് എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. അടുത്ത തലമുറ അത് ഏറ്റെടുക്കുന്നത് എങ്ങനെയാണെന്ന്, അടുത്ത തലമുറ എങ്ങനെ ചിന്തിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടം വരെ ഒരു ചരിത്രം നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ ഇനി പേടിക്കണ്ട, നശിച്ചു പോകല്ല. ഡിജിറ്റലാണ്, നശിക്കാതെ അവിടെ ഇരുന്നോളും. ഡിജിറ്റലായതുകൊണ്ട് നശിക്കാതെ അവിടെ ഇരുന്നോളും. അതുകൊണ്ട് എല്ലാ നന്മകളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നന്ദി, നമസ്കാരം. എനിക്കൊരു പരിപാടിയും കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. നമസ്കാരം. താങ്ക് യു ശ്രീ ഷോൺ ജോർജ് ഫോർ യുവർ വാല്യുബിൾ പ്രസൻസ് ആൻഡ് ഷെയറിംഗ്. ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി തലപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എൽസമ്മ തോമസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും നമ്മുടെ തോട്ടപ്പള്ളി കുടുംബയോഗത്തിൻ്റെ 2ാമത്തെ വാർഷിക യോഗത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ എല്ലാമെല്ലാമായ നമ്മുടെ ജെയിംസ് അച്ഛൻ, അതുപോലെ നമ്മുടെ കുടുംബയോഗത്തിൻ്റെ പ്രസിഡൻറ്റ് ഷാജി തോട്ടപ്പള്ളി, നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ MLA മാൻസി കാപ്പൻ, നല്ലൊരു സന്ദേശം നൽകിയിട്ട് പോയ നമ്മുടെ ഷോൺ ജോർജ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ, കുടുംബയോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ജെറീൻ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബയോഗത്തിൽ തോട്ടപ്പള്ളി കുടുംബാംഗങ്ങളിൽ പങ്കാളികളായിരിക്കും നമ്മുടെ 3 കൊച്ചച്ചന്മാർ, അതുപോലെ നമ്മുടെ എല്ലാമെല്ലാമായ തോട്ടപ്പള്ളി കുടുംബത്തിലെ സഹോദരങ്ങളെ, ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എനിക്കും തോന്നുന്നുണ്ട് നമ്മൾ പ്ലാൻ ചെയ്താണോ ഈ കുടുംബയോഗം ആരംഭിച്ചതെന്ന്. കഴിഞ്ഞ ദിവസം അച്ഛൻ വിളിച്ചപ്പം പറഞ്ഞു, നമ്മുടെ വികാരിയച്ഛൻ പറഞ്ഞു, തോട്ടപ്പള്ളിക്കാരുടെ ഒരു യൂണിറ്റായല്ലോ, അവരുടെ ഒരു ഭരണമാണല്ലോ നമുക്കിവിടെ കൊണ്ടാടുന്നതെന്ന്. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ജോസാറും നമ്മുടെ പള്ളിയുടെ കൈക്കാരനായത് അറിഞ്ഞത്. അപ്പോൾ ഏതായാലും ഇത് പ്ലാൻ കൂട്ടിയൊന്നും ഉണ്ടായതല്ല കേട്ടോ, നിങ്ങളങ്ങനെ ചിന്തിക്കേണ്ട. ഒരു ദൈവ നിയോഗം മാത്രമാണ് നമ്മുടെ ഈ പ്ലാസ്ന വെച്ച കൂട്ടായ്മയിൽ ഞങ്ങൾ 2 പേരും ഒരു ഭരണാധികാരികളായി വന്നത്, അല്ലാതെ നമ്മുടെ ആരുടെയും ഒരു പ്ലാനോ ഒന്നുമല്ല. എങ്കിലും നമ്മുടെ അച്ഛൻ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു, സ്ഥാനം ഏക്കാറായോ ശകലം വൈകിയപ്പം. അതുപോലെ ഓരോരുത്തരും നമ്മുടെ കുടുംബയോഗത്തിൽ നിന്നും വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ശരിക്കും വലിയൊരു സന്തോഷമായി. എന്താ, നമ്മുടെ ഈ കുടുംബയോഗം ഉണ്ടായതിൻ്റെ ഒരു ഫലമാണ് ഇതുപോലെയുള്ള വ്യക്തിത്വം, ഇതുപോലെയുള്ള സ്നേഹം നമ്മുടെ ഈ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നത്. മുമ്പേ നമ്മുടെ ഷോൺ ജോർജ് പറഞ്ഞ പോലെ നമ്മുടെ ഈ കുടുംബത്തിൽ പല രീതിയിൽ നമുക്ക് സഹായിക്കാനുള്ള വേദികളുണ്ട്. ഒന്നാമത്തെ തന്നെയാണ് നമ്മൾ പരസ്പരം അറിയുക, പരസ്പരം സഹായിക്കുക. സാമ്പത്തികം കുറഞ്ഞവരെ നമ്മൾ ഏത് രീതിയിലാണ്, വീടോ ഇല്ലാത്തവരെ നമുക്ക് അങ്ങനെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ, ആ രീതിയിൽ സഹായിക്കുക. എന്താണെങ്കിലും ഒരു രോഗങ്ങൾ വന്നാലും എനിക്ക് തോന്നുന്നു നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആ ക്യാൻസർ വന്ന കൊച്ചിന് കുറച്ച് സഹായം നമ്മളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടല്ലേ. ആ രീതിയിൽ പ്രാർത്ഥനകളും എല്ലാ രീതിയിലും നമ്മുടെ കുടുംബയോഗം കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട്. എന്നതാണെങ്കിലും നമ്മുടെ ഷാജിയുടെ നേതൃത്വത്തിൽ ജെറീഷും റെജിയും എല്ലാവരുടെയും വലിയൊരു സേവനം പറയാതിരിക്കാൻ പറ്റിയല്ല. ഏത് നിമിഷം നമ്മളെ അച്ഛനാണെങ്കിലും എങ്ങനെയായി ഓരോ കാര്യങ്ങൾ എങ്ങനെയായി ആ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിച്ചോ, ചിട്ടിയുടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു, ഈ രീതിയിൽ തീക്ഷ്ണമായിട്ട് നമുക്കൊരു പ്രചോദനം തന്നുകൊണ്ടിരുന്നു കൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്ര ആൾക്കാർ ഇവിടെ 100-400ഓളം പേര് ഇവിടെ കൂടാൻ സാധിച്ചത്. ഇനിയും വരുന്ന വർഷങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിലും നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുടുംബയോഗം തുടരണം. എല്ലാ രീതിയിലുള്ള പങ്കാളിത്തം എല്ലാവരിൽ നിന്നും ഉണ്ടാകണം.
എല്ലാ സ്നേഹവും വളർത്തി നമ്മുടെ മക്കൾ തന്നെ വളരണം. നമ്മുടെ ഇതുപോലെ ഒരു തോട്ടപ്പള്ളി കുടുംബയോഗം ആദ്യം നമ്മുടെ ഷാജി തോട്ടപ്പള്ളി പറഞ്ഞ പോലെ അടുത്ത് നിന്നാലും നമ്മൾ ആരൊക്കെയാ തോട്ടപ്പള്ളിയെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പം കൂടുതൽ പരിചയപ്പെട്ടില്ലെങ്കിലും നമുക്ക് ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാൻ സാധിച്ചു. ഈ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള നമ്മുടെ ജഗദീശ്വരൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ പഞ്ചായത്ത് ഭരണം ഒരു വർഷമേ ഉള്ളെങ്കിലും നല്ല രീതിയിൽ പോകാനായിട്ട് നിങ്ങളുടെ എല്ലാം എളിയ പ്രാർത്ഥന എനിക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം തരണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീമതി എൽസമ്മ തോമസ്. അടുത്തതായി ടാൻസാനിയ മിഷനിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി ഫാദർ മനു തോട്ടപ്പള്ളിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഈ തോട്ടപ്പള്ളി കുടുംബയോഗത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ. ഇതിൻ്റെ ആദ്യ യോഗത്തിൽ തന്നെ എത്തണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അതിനെത്താൻ പറ്റിയില്ല, യാത്രകളുടെ സാഹചര്യമായിരുന്നു. ഞാൻ ചിന്തിക്കുമ്പോൾ ഈ വേദിയിലിരിക്കുന്ന ആ സൈഡിലിരിക്കുന്ന അല്ലെങ്കിൽ അച്ഛൻ തൊട്ട് ആ സൈഡിലിരിക്കുന്ന 4 പേരും ഒരു നിമിത്തമെന്ന് പറയാം. ഈ കുടുംബയോഗം ഈ രീതിയിലായത് ഞാൻ 2015 സെമിനാരി പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത അവസരങ്ങളിൽ തോട്ടപ്പള്ളി നമുക്കറിയത്തില്ല ആരാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഞാനിങ്ങനെ ഞാൻ മുമ്പേ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു ഉർഷമ്മയുടെ കാര്യം. ഉർഷമ്മയുടെ അടുത്ത് ഞാൻ നോട്ട്ബുക്ക് കൊണ്ട് പോയിട്ട് ഞങ്ങളുടെ കാരണവന്മാരുടെ കാലത്തിൽ, അത് എൻ്റെ വല്യപ്പൻ്റെ മുത്തപ്പൻ്റെ സമയത്തുള്ളവരുടെ ഡീറ്റെയിൽസ് എഴുതിയെടുത്തിട്ട് അവരെവിടെയാണെന്നുള്ള അന്വേഷിച്ച് പോയി. അങ്ങനെ ആദ്യം കട്ടപ്പനെ ചെന്നപ്പോൾ ജെറീഷേട്ടനെ കാണുന്നു, അവിടെ ചെന്നപ്പോൾ റീച്ചേട്ടനെ കാണുന്നു. അപ്പോൾ അവരൊക്കെ പറയുകയാണ് നമ്മുടെ കുടുംബം ഇവിടെയെല്ലാം ഉണ്ട്. അടുത്ത അവധിക്ക് ഞാൻ നേരെ മലബാറിന് പോയി, നമ്മുടെ പാത്തമ്പാറ സൈഡിലൊക്കെ. അവിടെ ചെന്നപ്പം അവിടെയും തോട്ടപ്പള്ളിക്കാരുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തപ്പം തോട്ടപ്പള്ളിക്കാരെ കാണുന്നു. എല്ലാം ഞാൻ ഒരു നോട്ട്ബുക്ക് ഇങ്ങനെ കുറിച്ച് വെച്ചുകൊണ്ടിരുന്നു. സമയം കിട്ടുമ്പം വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ ഇവരിങ്ങനെ പറയുകയാണ് നമുക്ക് ഒരു കുടുംബയോഗം നടത്തണ്ടേ. അപ്പം ജിമ്മി അച്ഛന് US-ലായിരുന്നു. അച്ഛൻ എൻ്റെ പട്ടണത്തിൻ്റെ സമയമായപ്പം അവിടെ വന്നപ്പോൾ അച്ഛനും പറഞ്ഞു നമ്മുടെ കുടുംബം ഇങ്ങനെ പലയിടത്തുണ്ട്, നമുക്കൊന്ന് കൂടണ്ടേ. ആ സമയത്ത് ആദ്യം ഇനിഷ്യേറ്റീവ് എടുത്ത ആ 4 പേരും ഇന്ന് ഈ കുടുംബയോഗത്തിന് നെടുന്തൂണായിട്ട് ഇവിടെയുണ്ട്. എനിക്ക് പല സാഹചര്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ പോകേണ്ടി വന്നു. അപ്പോൾ ഈ അപ്ഡേറ്റ്സ് എല്ലാം ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ കുടുംബയോഗം ഈ രീതിയിൽ ഇത്ര വിപുലമായിട്ട് ഇതിന് പിന്നിൽ എല്ലാ ദിവസവും അശ്വനം പ്രയത്നിച്ച ഇവർക്കെല്ലാവർക്കും ആദ്യം തന്നെ അനുമോദനങ്ങൾ. കൺഗ്രാജുലേഷൻസ് ഓൾ ഓഫ് യു. അപ്പോൾ സന്തോഷം ഈ കുടുംബയോഗത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ. ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ തോട്ടപ്പള്ളി എന്ന് പറയുമ്പം ഞങ്ങളുടെ വല്യച്ഛൻ, പിന്നെ നോക്കുമ്പം ഞങ്ങൾക്ക് ഇടയിൽ ആരുമില്ല. അങ്ങനെ തോട്ടപ്പള്ളി എന്നുള്ള ടൈറ്റിലിൽ ഓടേനായിരിക്കുന്ന അച്ഛന്മാരില്ല. അപ്പോൾ ഇന്ന് ഈ ഗ്യാതറിങ്ങിന് ഇങ്ങനെ അച്ഛൻ പറയുക നമ്മളുടെ മിഷൻ അനുഭവങ്ങൾ പറയുക എന്നുള്ളത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ നമ്മുടെ കുടുംബത്തിൽ നിന്ന് സന്യസ്ത ഒത്തിരി പേരുണ്ട്. വൈദികർ കുറച്ച് പേരിങ്ങനെ ഞങ്ങൾ കുറച്ച് പേരായിട്ടുണ്ട്. നമ്മുടെ പല കുടുംബങ്ങളിലും സഹോദരന്മാരിലും പലരും ആയിട്ടുണ്ട്. എന്നിരുന്നാലും ഇനിയും നമ്മളുടെ ഈ സഭ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്നുള്ള ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ വ്യക്തിത്വങ്ങൾ ഈ പറഞ്ഞതുപോലെ ദൈവവിളി സ്വീകരിക്കണം. അപ്പോൾ നമ്മുടെ കുടുംബം ആദ്യം ഒന്നാകുമ്പോൾ ആ കുടുംബത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന്, ആ കുടുംബത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് ദൈവവിളി സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ഈ കുടുംബം മുന്നോട്ട് സമാധാനത്തിലും സന്തോഷത്തിലും പോകാനായിട്ട് ശക്തി പകരുകയും ചെയ്യും. അപ്പോൾ 1-2 കാര്യം ഞാൻ അങ്ങനെ ഷെയർ ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും സമയമില്ലെന്നറിയാം. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ആഫ്രിക്കയിൽ ടാൻസാനിയയിൽ. നമ്മളുടെ ഈ കേരളം 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ, അതായത് ഒരു 1930-40 കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ആഫ്രിക്കയിലെ ഒരു ഇൻറ്റീരിയർ വില്ലേജാണ്. സോങ്കിയ ആർച്ച് ഡയസിസിൽ ഒരു മിഷനിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്താ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. അത് കർത്താവിൻ്റെ കാരുണ്യത്തിലൂടെ അത് പങ്കുവയ്ക്കുമ്പോൾ സുവിശേഷമായിട്ട് ഓരോ വ്യക്തികളുടെയും ജീവിതങ്ങൾ അത് പൂർണ്ണതയിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് നമ്മളെല്ലാവരും ഈ രീതിയിലേക്ക്, ഇന്നീ നിലയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ആ പ്രവർത്തനം അന്ന് ഇവിടെ നടന്നത് ഇന്ന് ഞങ്ങളവിടെ നടത്തുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ
നമ്മുടെ എല്ലാവർക്കും വേണം. ആ കരുണ ഞങ്ങളവിടെ പങ്കുവയ്ക്കുന്നു. നമ്മുടെ കുടുംബത്തിലും ദൈവത്തിൻ്റെ കരുണ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കുടുംബയോഗത്തിന് എല്ലാ മംഗളങ്ങളും ഭാവങ്ങളും നമുക്കൊന്നു ചേർന്ന് ഒരു കുടുംബമായിട്ട് ഇനി അടുത്ത വർഷങ്ങളിലും ഓരോ കുടുംബയോഗങ്ങൾ നടത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. താങ്ക് യു ഫാദർ മനു ഫോർ യുവർ എക്സ്പീരിയൻസ് ഷെയറിംഗ്. അടുത്തതായി സമാപന സന്ദേശം നൽകുന്നതിനായി ഏറ്റവും ബഹുമാനപ്പെട്ട ജെയിംസ് തോട്ടപ്പള്ളി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട എല്ലാവരുമേ, നമ്മുടെ മിക്കവാറും ആളുകൾ പോയി കഴിഞ്ഞു. പല കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ അതൊന്നും ഇനിയിപ്പം നിങ്ങൾ ഏതാനും പേരോട് പറഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനതെല്ലാം വളരെ ചുരുക്കമാണ്. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, ഇവിടെ പലരും പറഞ്ഞു കഴിഞ്ഞു. എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അച്ഛാ എന്തിനാ ഇതുകൊണ്ട് എന്താ പ്രയോജനം, ആർക്കായതുകൊണ്ട് മെച്ചം? വിശദമായിട്ടൊന്നും അതേപ്പറ്റി പ്രതിപാദിക്കാൻ ഇപ്പോൾ സമയമില്ല. എങ്കിലും ഏതാനും കാര്യങ്ങൾ മാത്രം ഞാൻ പറയട്ടെ. ഒന്ന്, നമ്മുടെ ഇന്നത്തെ കാലം കുടുംബ ബന്ധങ്ങൾ വളരെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. മാതാപിതാക്കന്മാർ തമ്മിലും മാതാപിതാക്കന്മാരും മക്കളും തമ്മിലും മക്കൾ തമ്മിലും അയൽക്കാർ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും എല്ലാമുള്ള ബന്ധം, സ്നേഹം വളരെയേറെ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ കുടുംബങ്ങൾ ഒന്നിച്ചു നിൽക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്, വലിയ ശക്തിയാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഓർത്തിരുന്നു. ഞാൻ ഈ നാട്ടിലാണ് വളർന്നത്, ഈ സ്കൂളിലാണ് പഠിച്ചത്. ഞാനന്നൊക്കെ വിചാരിച്ചിരുന്നു തോട്ടപ്പള്ളി കുടുംബത്തിൽ ഒരു 10 20 ഏറിയാൽ 25 വീട്ടുകാർ കാണുമായിരിക്കും. ആരൊക്കെയാണ് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. കുന്നോന്നിയിൽ പെരുங்குളം ഭാഗത്തൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതല്ലാതെ ഒരുപാടൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് പലർക്കും അറിയാം, ഞാൻ ഒരുപാട് കാലം അമേരിക്കയിലായിരുന്നു. അമേരിക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവസാന കാലത്ത് വരുന്നതിന് മുമ്പ് പോലും ഞാൻ തീരുമാനിച്ചു, നമ്മുടെ കുടുംബങ്ങൾ എവിടേക്കുണ്ടെന്ന് പരമാവധി കണ്ടുപിടിക്കാൻ ശ്രമിക്കണം, അവരെ നേരിട്ട് മീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇവർ പറഞ്ഞവരെ പല സ്ഥലത്തും പോയത്. അങ്ങനെ ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടുവാനും സാധിച്ചു. എനിക്ക് തോന്നുന്നത് നമ്മുടെ കുടുംബം, തോട്ടപ്പള്ളി കുടുംബം വളരെ ശക്തമായൊരു പൈതൃകമുള്ള കുടുംബമാണ്. ആ പൈതൃകം നമ്മൾ നിലനിർത്തണം. നമ്മുടെ മാതാപിതാക്കന്മാർ തന്നിട്ടുള്ള മൂല്യങ്ങൾ നമ്മൾ വീണ്ടെടുക്കണം, നഷ്ടപ്പെട്ടു പോകാതുകൊണ്ട്. നമ്മുടെ ഈ കുടുംബയോഗം കൊണ്ട് ഉണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന വലിയൊരു പ്രയോജനം അതാണെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ കുടുംബങ്ങളുടെ ഭദ്രത. കുടുംബങ്ങളുടെ ഭദ്രതയെപ്പറ്റി പറയുമ്പോൾ ഭാര്യാഭർത്താക്കന്മാർ, ഇത് ഞാൻ പറഞ്ഞില്ല, ആദ്യം ഞാൻ വിസ്തരിക്കുന്നില്ല. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഞാൻ കല്യാണം ആശ്രയിക്കുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ വധുവരന്മാരോട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ 2 പേര് മാത്രമല്ല വിവാഹിതരാകുന്നത്, നിങ്ങളുടെ കൂടെ ദൈവം കൂടെയുണ്ട്. ആ ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ, നിങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് ദൈവമുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം ശക്തിയായിട്ട് മുമ്പോട്ട് പോവുകയുള്ളൂ. നമ്മൾ തമ്മിലും അങ്ങനെ ആയിരിക്കണം. നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ബലപ്പെടണമെങ്കിൽ നമ്മുടെ ഇടയിൽ ശക്തമായ ദൈവവിശ്വാസം ഉണ്ടായിരിക്കണം. പിന്നെ കുടുംബം കൊണ്ട് ഞാൻ കാണുന്ന മറ്റൊരു പ്രയോജനം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ അമേരിക്കയിൽ നേരിട്ട് അനുഭവിച്ച ഒരു വലിയൊരു വേദനാജനകമായ കാര്യമായിരുന്നു. മക്കളുടെ നല്ല വളർത്തലിൽ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കന്മാർ ഒരുപാട് പേരൊന്നുമില്ല. പണമുണ്ടാക്കുക, അതാണ് പലരുടെയും ചിന്ത, അവരുടെ ലക്ഷ്യവും അത് തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്, യുവജനങ്ങൾക്ക് തമ്മിൽ ബന്ധപ്പെടാനും അവരുടെ ജീവിതത്തിൽ നേരായ വഴികൾ മുമ്പോട്ട് പോകാനും വേണ്ട മാർഗദർശനം കിട്ടാനൊന്നും അവർക്ക് വഴിയില്ല. നമ്മുടെ കുടുംബയോഗങ്ങൾ അതിനൊക്കെ തീർച്ചയായിട്ടും ഉപകരിക്കും. മറ്റൊന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ യഥാർത്ഥമായ ദൈവവിശ്വാസമുണ്ടെങ്കിൽ, യഥാർത്ഥമായ ദൈവവിശ്വാസം നമ്മുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വൈദികരും കന്യാസ്ത്രീമാരും ഉണ്ടായി വരും. ഇന്നത്തെ വലിയ ആവശ്യമാണ്, നമുക്കറിയാമത്. നമ്മളൊക്കെ പലപ്പോഴും അച്ഛന്മാരെയും കന്യാസ്ത്രീമാരെയും വിമർശിക്കും. ഒത്തിരിയൊക്കെ ശരിയുമായിരിക്കും. പക്ഷേ നമ്മുടെ ഇടയിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടായെങ്കിലേ നല്ല അച്ഛന്മാരുണ്ടാകുകയുള്ളൂ, നല്ല കന്യാസ്ത്രീമാരും ഉണ്ടാകുകയുള്ളൂ. അതിനുള്ള പ്രോത്സാഹനവും പ്രചോദനവും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കിട്ടണം. പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാതെ നമ്മൾ നോക്കണം. നമ്മൾ ലവ് ജിഹാദ് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയും ലഹരി ഉപയോഗത്തെപ്പറ്റിയും ഒക്കെ കേൾക്കാറുണ്ട്. ഇതിൻ്റെ എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, ശരിയായ ശിക്ഷണം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നില്ല. മാതാപിതാക്കന്മാരിൽ നിന്ന് യഥാർത്ഥമായ സ്നേഹം ലഭിച്ച് വളർന്ന മക്കൾ ഒന്നും നോക്കാതെ കൊണ്ട് മറ്റെല്ലാം മറന്നിട്ട്, കുടുംബത്തെ മറന്നിട്ട് മറ്റാരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോകാൻ സാധ്യത വളരെ കുറവുണ്ട്. ഞാൻ എൻ്റെ അമേരിക്കയിലെ അനുഭവം വെച്ചാണ് പറയുന്നത്. അമേരിക്കയിൽ ഒരുപാട് നല്ല കുടുംബങ്ങളുണ്ട്,
നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങൾ, ഈ കാഞ്ഞിരപ്പള്ളിക്കാരനൊരു കുടുംബം, എനിക്ക് വളരെ പ്രിയപ്പെട്ട കുടുംബം, 2 മക്കൾ, ഒരു ചെറുക്കനും ഒരു പെണ്ണും. ചെറുക്കനെ ഈയിടെ വിവാഹിതരായി പെണ്ണ് അടുത്ത ജൂലൈ മാസത്തിൽ വിവാഹിതയാകും. 2 പേരും നല്ല ഒന്നാന്തരം ഉറച്ച ദൈവവിശ്വാസമുള്ള മകനും മകളും. ഇങ്ങനെയുള്ള നല്ല നല്ല കുടുംബങ്ങൾ അവിടെയുണ്ട്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം അവിടെ മാതാപിതാക്കന്മാരുടെ ജീവിതവും പ്രാർത്ഥനയുമാണ്. നമ്മുടെ കുടുംബങ്ങൾ അത് ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് അമേരിക്കയിൽ ചോദിക്കുമായിരുന്നു, നിങ്ങളുടെ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ചിലരോട് ചോദിച്ചു, ഇവിടെ ഓരോ അവസരങ്ങളിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിലായിരുന്നു, അവിടെ മീറ്റ് ചില ആൾക്കാരോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്തോന്നാണ്? നിങ്ങൾ ആലോചിക്കാറുണ്ട്, നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്തോന്നാണ്? നിങ്ങളുടെ ബാങ്ക് ബാലൻസോ നിങ്ങളുടെ വീടിൻ്റെ വലുപ്പമോ നിങ്ങൾ ഓടിക്കുന്ന കാറിൻ്റെ വലുപ്പമോ ഒന്നുമല്ല, നിങ്ങളുടെ മക്കളാണ്. അത് മനസ്സിലാക്കണം. ആ മക്കൾക്ക് നല്ല ശിക്ഷണം കൊടുക്കാൻ പ്രത്യേകമായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ ഒരിക്കൽ 2001 അമേരിക്കയിൽ സീറോ മലബാർ രൂപതയുണ്ടായി. ആ രൂപത ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിനു മുമ്പ് അവിടെ സീറോ മലബാർ കുർബാന തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ പള്ളി പല സ്ഥലത്തും അങ്ങനെ പള്ളികളിലെല്ലാം വന്നു. സാൻ ഫ്രാൻസിസ്കോ എൻ്റെ ഏറിയാലും പള്ളിയായി. 10-50 വർഷം മുമ്പൊക്കെ അവിടെ കയറിയ പലരും എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ, പലരും വേദനയോടെയാണ് പറയുന്നത്, എൻ്റെ അച്ഛ എൻ്റെ കാലത്ത്, ഞങ്ങളുടെ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു, പള്ളിയില്ല, നമ്മളെ നോക്കാൻ അച്ഛന്മാരും ഒന്നുമില്ല, ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ മക്കൾ വഴിതെറ്റി പോവുകയില്ലായിരുന്നു. ഇന്നിപ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് വിശ്വാസ തീക്ഷ്ണതയിൽ ആ കുഞ്ഞുങ്ങൾക്ക് മിക്കവാറും പേർക്ക് വളരാൻ സാധിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലും സാധിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ഇതുപോലെല്ലാം കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും പോയി കഴിഞ്ഞു, എങ്കിലും ചെറുപ്പക്കാർ കുറച്ച് പേര് ഇവിടെ ഉണ്ടല്ലോ. ഞാൻ പലപ്പോഴും നേഴ്സിംഗ് സ്കൂളിലും നേഴ്സിംഗ് സ്കൂളിലോ ഹോസ്റ്റലിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികളോട് ചോദിക്കും, മോളെ നിൻ്റെ ലക്ഷ്യം എന്താ? നീ +2 കഴിഞ്ഞു, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു, ഇനി എന്താ നീ എന്ത് ചെയ്യാനാണ് പ്ലാൻ ഇടുന്നത്? എനിക്ക് UK പോകണം, UK അല്ലെങ്കിൽ ന്യൂസിലൻഡ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ഇങ്ങനെ ഓരോ രാജ്യങ്ങൾ. ഞാൻ അവരോട് പറയും, എൻ്റെ കുഞ്ഞ് നീ മനസ്സിലാക്കണം, ഓസ്ട്രേലിയയിൽ പോയതുകൊണ്ടോ ന്യൂസിലൻഡിൽ പോയതുകൊണ്ടോ കാനഡയിൽ പോയതുകൊണ്ടോ ഒരുപാട് പണം സമ്പാദിച്ചതുകൊണ്ടോ നീ സന്തോഷവതി ആയിരിക്കുകയില്ല. യു കനോട്ട് ബി ഹാപ്പി ലൈക്ക് ദാറ്റ്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ദൈവം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളോടാണ് ഞാൻ പറയുന്നത്, ദൈവം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും, സംതൃപ്തി ഉണ്ടാകും. ദൈവം നിങ്ങളുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടായിരിക്കുകയില്ല. മറ്റെന്തെല്ലാം കിട്ടിയാലും ഇത് മനസ്സിലാക്കുക. ഇതുപോലുള്ള പരിശീലനങ്ങൾ കിട്ടാൻ നമ്മുടെ ഈ കുടുംബയോഗം ഉപകരിക്കണം. അതുകൊണ്ടുകൂടെയാണ് ഞാൻ ഈ വയസ്സുകാലത്ത് ഇതിൻ്റെ പുറകെ നടക്കുന്നതും താല്പര്യം കാണിക്കുന്നതും. എന്നെ സംബന്ധിച്ച് ഈ കുടുംബയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്കറിയാം ഇനി വേറൊരാൾ നന്ദി പറയാനുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എങ്കിലും എനിക്ക് ഒരു കാര്യം മാത്രം ഇവിടെ ഒരിക്കൽ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാനുണ്ട്. ഇന്ന് ഈ കുടുംബയോഗം ഇത്രയും നന്നായിട്ട് ഇവിടെ നടന്നെങ്കിൽ അതിന് കാരണം ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച ചില വ്യക്തികളാണ്. ഷാജി, ജെറീഷ്, ഇങ്ങനെ പലരും, അതുപോലെ എല്ലാവരുടെയും പേര് പറയാൻ സമയമില്ല. ഇങ്ങനെ ഏതാനും പേര്, 8-10 പേരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ നമ്മുടെ കമ്മിറ്റിയിൽ അംഗമാകാനോ ഇത് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാനോ താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ജെറീഷിനെയോ ഷാജി ആരെങ്കിലും അറിയിക്കുക, ബാക്കി അവർ ചെയ്യും സാധിക്കുന്നത് പോലെ. പിന്നെ 2 കാര്യങ്ങൾ കൂടെ. ഒന്ന്, നേരത്തെ മനുവച്ചൻ പറഞ്ഞു സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി. നമ്മുടെ കുടുംബയോഗത്തിൻ്റെ ഇന്നത്തെ കുടുംബയോഗത്തിന് കാര്യമായ ചിലവുണ്ട്. ഇവരൊക്കെ ഏറെക്കുറെ എന്നോട് പറയുന്നത് ഒരു 3.5-4 ലക്ഷം രൂപ വരുക. ഇന്നത്തെ ചിലവ് മാത്രമല്ല, ഈ യാത്രകളുടെയും ഒരുപാട് ചിലവുകളുണ്ട്. അതുകൊണ്ട് ഇത്രയും ഒരുപാട് നല്ല സംഖ്യ ചിലവുണ്ട്. ഇവിടെ ആരുടെയും കയ്യിൽ പൈസ ഇല്ല. അതുകൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി സംഭാവന ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണമെന്നും കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇവിടെ ഷാജി പറഞ്ഞതുപോലെ നമ്മുടെ അടുത്ത വർഷത്തെ കുടുംബയോഗം മെയ് മാസം 10-ാം തീയതി, അതായത് മെയ് മാസത്തിലെ 2ാമത്തെ ശനിയാഴ്ച, ഇന്നത്തേതുപോലെ മെയ് മാസം 10-ാം തീയതി ഇടമറുകിൽ വെച്ചായിരിക്കും അടുത്ത കുടുംബയോഗം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ ഈ കുടുംബയോഗത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് എന്തുമാത്രം ആളുകൾ വരുന്നു, ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നു എന്നുള്ളതാണ്. ആ അളവുപോലെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുടുംബയോഗം ഇന്ന് വളരെ വലിയ വിജയമായിരുന്നു.
അതിനിടയാക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിൽ ഞാൻ നന്ദി പറയുന്നു. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ ദ ജെയിംസ് തോട്ടപ്പള്ളി. അടുത്തതായി സമ്മാനദാനം ആദരിക്കൽ ചടങ്ങുകളാണ്. തോട്ടപ്പള്ളി കുടുംബത്തിലെ വൈദികർ, സന്യസ്തർ, 80 വയസ്സിന് മുകളിൽ പ്രായമായവർ, വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ, ഇന്നിവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ചവർ ഏവരെയും ഇവിടെ ആദരിക്കുകയും പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു. പേര് വിളിക്കുന്ന ക്രമത്തിന് മുന്നോട്ട് കടന്നു വന്ന് പുരസ്കാരങ്ങൾ സ്വീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ സമ്മാനദാനം ആദരിക്കൽ ചടങ്ങുകൾ നടത്തുന്നതിനായി ഏറ്റവും ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതിനു മുമ്പ് ഒരു മിനിറ്റ് ഒരു കാര്യം കൂടെ. ടോജസ് അച്ഛനെയും കുടുംബത്തെയും നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പരിചയപ്പെടുത്തിയില്ലായിരുന്നു. ടോജസ് അച്ഛനെയും പറടിയിൽ കുടുംബാംഗങ്ങളെയും ഒന്ന് പരിചയപ്പെടുത്തുന്നതിനും ഒരു വാക്ക് ആശംസ അറിയിക്കുന്നതിനുമായിട്ട് ബഹുമാനപ്പെട്ട ടോജസ് അച്ഛനെ ക്ഷണിക്കുന്നു. ഈ സമയത്ത് സമ്മാനങ്ങൾ, കഴിഞ്ഞ വർഷത്തെ സമ്മാനങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ച കുട്ടികളുടെ മൊമെൻ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൂ നൽകി ആദരിക്കുകയാണ് ചെയ്തത്. അവർക്കാണ് ഈ പ്രാവശ്യം മൊമെൻ്റ് കൊടുക്കുക. അവർ തയ്യാറായി നിൽക്കുക. പെട്ടെന്ന് കാര്യങ്ങൾ നടന്ന് നമുക്കൊരു ഉടനെ തന്നെ പര്യവസാനിപ്പിക്കേണ്ടതുണ്ട്. അച്ഛനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, വേദിയിലിരിക്കുന്നവരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, സമയമില്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് പറയുകയാണ്. പപ്പയും മമ്മിയും ഒന്ന് എണീറ്റ് നിൽക്കുമോ? എൻ്റെ വീട്ടിൽ നിന്ന് പപ്പയും മമ്മി മാത്രമേ വന്നിട്ടുള്ളൂ. പപ്പ, മമ്മി രണ്ടുപേരും ഒന്ന് എണീറ്റ് നിൽക്കുമോ? നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾ മുമ്പോട്ടൊന്ന് വരുമോ? അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വാക്കുകൾ പറയാം. എൻ്റെ പേര് ഫാദർ ടോജസ്, CST സഭാംഗമാണ്. ഞാൻ നാഗാലാൻഡിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. നാഗാലാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. നിങ്ങളിപ്പോൾ മണിപ്പൂർ സംഭവം കേട്ടിട്ടുള്ളത് കൊണ്ട് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അവരുടെ ആളുകളുടെ സ്വഭാവം, അവരെല്ലാവരും ഒറ്റവാക്കി പറയുകയാണെങ്കിൽ, ചുരുക്കി പറയുകയാണെങ്കിൽ, അവർ യൂറോപ്യൻ കൾച്ചറിൽ ജീവിക്കുന്ന, ഇംഗ്ലീഷ് സംസാരിക്കുന്ന, നന്നായി വസ്ത്രം ധരിക്കുന്ന, എന്നാൽ ആദിവാസി രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന, ചൈനീസ് മുഖമുള്ള ആളുകളാണ്. വളരെ സുന്ദരന്മാരും സുന്ദരിമാരുമാണ്. ഇനി വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്, ദരിദ്രരാണ്. ഇത്രയുമാണ് ഒരു ചുരുക്കം. അവർക്കൊക്കെ നല്ല ആരോഗ്യമുണ്ട്. ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോ പോലും നമുക്കൊരു പഞ്ചഗുസ്തി പിടിച്ച് തോൽപ്പിക്കാൻ പറ്റില്ല. ഇതേ ആരോഗ്യം ഞാൻ കണ്ടിരിക്കുന്നത് തോട്ടപ്പള്ളി കുടുംബത്തിലാണ്. ചെറുപുഴയിൽ നമ്മുടെ തോട്ടപ്പള്ളിയിലെ പഴയ തറവാട്ടിലേക്ക് കയറി ചെന്നപ്പോൾ, ഒരു വൈകുന്നേരമാണ് ഞാൻ കയറി ചെല്ലുമ്പോൾ അവിടെ സ്റ്റെപ്പുകളായിട്ട് കയ്യാല കെട്ടി വെച്ചിരിക്കുകയാണ്. കുറേ കയ്യാലകൾ കയറി വേണം നമ്മൾ മുകളിലെത്താൻ. ഇത് വല്യപ്പൻ അദ്ദേഹം ഉണ്ടാക്കിയതാണ്. തന്നെ ഉണ്ടാക്കിയതാണ്. അദ്ദേഹം 101 വയസ്സ് വരെ ജീവിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത്. അത്രമാത്രം ആരോഗ്യം. മാങ്കുളത്തിൻ്റെ മലമുകളിലേക്ക് കയറി ചെല്ലുവാണ് നിങ്ങൾക്ക് കാണാം. അവിടെ കാരണവന്മാർ അധ്വാനിച്ചിരിക്കുന്നത്, ഇന്നത്തെ തലമുറയും അധ്വാനിക്കുന്നത്. വലിയ കുളമൊക്കെ JCB കുത്തി മാറ്റേണ്ടത് ഒറ്റയ്ക്ക് കുത്തി കയ്യാല കെട്ടി സെറ്റാക്കുന്ന, അധ്വാനിക്കുന്ന, ഏലക്കാടുകളിൽ വർക്ക് ചെയ്യുന്ന കാരണവന്മാരെ കാണാൻ പറ്റും. എൻ്റെ ഒരു പേരമ്മയെ കാണാൻ വേണ്ടി ഞാൻ തലശ്ശേരിയിൽ വീട്ടിൽ പോയപ്പോൾ, പൊന്മലയുള്ള വീട്ടിൽ ചെന്നപ്പോൾ 88 വയസ്സുള്ള പേരമ്മ 400 തേങ്ങ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് ഒറ്റയ്ക്ക്. അപ്പോൾ തോട്ടപ്പള്ളി കുടുംബത്തിൻ്റെ വലിയൊരു പ്രത്യേക, അനേകം സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരെയും നമുക്ക് കാണാൻ പറ്റി. ഇനി മാതാപിതാക്കളെ നോക്കുക. കാരണവന്മാരൊക്കെ അതിരാവിലെ പള്ളിയിൽ പോകുന്നവരാണ്. പിന്നെ അനേകം പേര് സാമൂഹിക സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിലേക്ക് നിൽക്കുന്നുണ്ട്. വളരെ ആത്മാർത്ഥതയോടുകൂടി. അഖിലച്ചനെ പറ്റി എൻ്റെ സ്കൂളിൽ തന്നെ സീനിയറായിട്ട് പഠിച്ചതാണ്. വലിയ സാമൂഹിക സേവന സന്നദ്ധതയുള്ള മനുഷ്യനായിരുന്നു. ജീസസ് യൂത്തിലൂടെയൊക്കെ വന്ന് അച്ഛനായി മാറിയ അച്ഛനാണ്. അതുപോലെ തന്നെ ഒത്തിരി സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ തോട്ടപ്പള്ളിക്കാർ ധാരാളമായി വർക്ക് ചെയ്യുന്നു. എല്ലാവരുടെയും ഉള്ളിൽ ഞാൻ ഒരു 3 കാര്യം പറയുകയാണ്. തോട്ടപ്പള്ളിക്കാരുടെ വളരെ പ്രത്യേകതയുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, അവർ അടിയുറച്ച വിശ്വാസം, ഈശ്വര വിശ്വാസമുള്ളവരാണ്. രണ്ടാമത്തേത്, അവർ കഠിനാധ്വാനികളാണ്. മൂന്നാമത്തേത്, അവർ സാമൂഹിക സന്നദ്ധ പ്രവർത്തകരാണ്. ഈ 3 ഗുണങ്ങളും തോട്ടപ്പള്ളിയിലെ എല്ലാ മക്കളുടെയും ചോരയിലുണ്ട്. ആ ചോരയിലുള്ള ആ 3 ഗുണങ്ങൾ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ഇനി എൻ്റെ മാതാപിതാക്കൾ, അവർക്ക് വേദിയിലിരിക്കാനുള്ളൊരവസരം ലഭിച്ചു. എൻ്റെ പപ്പയുടെ പേര് തോമസ് കുട്ടി എന്ന് വിളിക്കും. തോമസ് P. ജോർജ്. കർഷകനാണ്. ചെമ്മലമറ്റത്താണ് ഞങ്ങൾ താമസിക്കുക. എൻ്റെ അമ്മ ആലീസ് തോമസ്. അമ്മ കളത്തുകടവുകാരിയാണ്. പ്ലാസ്നാട് സ്കൂളിലാണ് പഠിച്ചത്.
സാമൂഹിക പ്രവർത്തനം പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ സ്വാശ്രയ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഇടവകളിലും തന്നെ പ്രവർത്തിച്ച് നല്ല പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ എൻ്റെ മാതാപിതാക്കളെ പലരും അറിയുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവരെയും പരിചയപ്പെടുത്തിയിരിക്കുന്നു. എനിക്കൊരു അനിയനാണുള്ളത്. അവന് UK വിവാഹം കഴിഞ്ഞ് ഭാര്യയുമായിട്ട് അവിടെ ഉണ്ട്. അവൻ നാളെ വരുന്നുണ്ട്. അപ്പോൾ അവനെ ഒന്ന് കാണാനായിട്ടൊരു അവസരം എനിക്ക് ലഭിച്ചു. അപ്പോൾ ഈ അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ആദരിക്കുകയാണ്. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് താല്പര്യപ്പെടുന്നു. മാങ്കുളത്തു നിന്നുള്ള കുര്യാച്ചൻ ബാബനും ഇളമയാണ്. നമുക്ക് ഒന്ന് കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാം. കഴിഞ്ഞ കുടുംബയോഗത്തിലും ഇവർ രണ്ടുപേരും സംബന്ധിച്ചിരുന്നു. ഈ കുടുംബയോഗത്തിൽ സംബന്ധിക്കുന്നു. അടുത്ത കുടുംബയോഗത്തിലും അവർക്ക് സംബന്ധിക്കാൻ ഇട നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ വർഷം +2 ഫുൾ A+ ലഭിച്ച സോന സെബാസ്റ്റ്യൻ്റെ ഫാമിലിയിൽപ്പെട്ടവർ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് താല്പര്യം. കുട്ടിയില്ല വളരെ. കൊടുത്താൽ മതി. പ്രസന്റ് കൊടുത്തു. സോനാമോൾ നേഴ്സിംഗ് പഠിക്കുകയാണ്. അതുകൊണ്ട് അനിയത്തി അൽഫോൻസിയാണ് വാങ്ങുന്നത്. അടുത്തതായി 12ാം ക്ലാസ് വിശ്വാസ പരിശീലന പരീക്ഷയിൽ 100-ൽ 100 മാർക്ക് വാങ്ങിയ നിയ മരി റെന്നി തോട്ടപ്പള്ളിയിൽ പൂഞ്ഞാർ. വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങണമെന്ന്. വിവിധ ഗാനങ്ങൾ ആലോചിച്ചവർക്കും ഡാൻസ് പരിപാടിയിൽ പങ്കെടുത്തവർക്കും എല്ലാവർക്കും ഓരോ സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. എല്ലാവരും പെട്ടെന്ന് കടന്നു വരിക. എല്ലാ കുട്ടികളും ഡാൻസ് പരിപാടിയിലും പാട്ട് പാടുന്നതിലും പങ്കെടുത്ത എല്ലാ കുട്ടികളും സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. എല്ലാവർക്കും സമ്മാനം നൽകുന്നതാണ്. നല്ല അടിപൊളി കലാപരിപാടികൾ അവതരിപ്പിച്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നിറഞ്ഞ കയ്യടി കൊടുക്കാം. നമ്മുടെ ഈ കുടുംബയോഗത്തെ ഇത്രയും കളർഫുള്ളാക്കിയ ഈ കുഞ്ഞു കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരു നല്ല കൈ കൊടുക്കുക. അടുത്ത വർഷവും അവർ നല്ല പ്രോഗ്രാമുമായിട്ട് കടന്നു വരട്ടെ. ഇനി ആരെങ്കിലും പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് പുറകിൽ കോഫിയും സ്നാക്സും റെഡിയാണ്. അത് കഴിച്ചിട്ടേ പോകാവുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ആരെങ്കിലും പോകാൻ ധൃതി വെക്കുന്നുണ്ടെങ്കിൽ പുറകിൽ കോഫി സ്നാക്സും റെഡിയാണ്. അത് കഴിച്ചിട്ടേ പോകാവുള്ളൂ.
തോട്ടപ്പള്ളി കുടുംബയോഗത്തിന് ഔദ്യോഗികമായി കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്നതിനായി റെജി ടി ജോസഫ് കുടുംബയോഗം സെക്രട്ടറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന നമ്മുടെ ഏറെ പ്രിയപ്പെട്ട മനു തോട്ടപ്പള്ളി അച്ഛനെ ജെയിംസ് അച്ഛൻ പൊന്നാടി അണിയിച്ച് ആദരിക്കുന്ന ചടങ്ങാണ്. ടാൻസാനിയ മിഷനിലെ അദ്ദേഹത്തിന്റെ സ്തുത്യർഹമായ സേവനങ്ങൾ ഇനിയും ദൈവാനുഗ്രഹത്താൽ തുടരട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഏറ്റവും ബഹുമാനപ്പെട്ട ഫാദർ ടോജസ്, നമുക്ക് ഏറെ മോട്ടിവേഷണൽ സ്പീച്ച് നൽകിയ ടോജസ് അച്ഛനെയും ഫാദർ ജെയിംസ് തോട്ടപ്പള്ളി ആദരിക്കുന്നു. 2 വൈദികർക്കും തോട്ടപ്പള്ളി കുടുംബങ്ങളുടെ എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു. നമ്മൾ ഈ കുടുംബയോഗത്തിന് ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മൾ ആലോചിച്ചപ്പോൾ പല മീറ്റിങ്ങുകളിലും ചർച്ച ചെയ്ത് കേറ്ററിങ്ങിൽ കൊടുക്കാതെ സ്വന്തമായി നമ്മൾ തയ്യാറാക്കി നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ തീരുമാനമെടുക്കുകയും ചെയ്തു. ഇതിന് നേതൃത്വം നൽകിയത് നമ്മുടെ ഫാമിലി സുഹൃത്തായ ജോർജിയേട്ടനാണ്. ജോർജിയേട്ടനെ സഹായിക്കാൻ ഒരു 5-6 പേരും ഉണ്ടായിരുന്നു. അവരെ ദയവായി ഈ സ്റ്റേജിലേക്ക് അവരെ ഒന്ന് ആദരിക്കുകയാണ്. പെട്ടെന്ന് അവരെ ഈ സ്റ്റേജിലേക്ക് ഒന്ന് വരുന്ന ജോർജിയേട്ടനും ജെൻസും വാഴവരെന്ന് വന്നിരിക്കുന്ന പിള്ളേരും പെട്ടെന്ന് ഈ സ്റ്റേജിലേക്ക് വരിക. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ വിടാം. നമുക്കെല്ലാവർക്കും അറിയാം, ഈ തോട്ടപ്പള്ളി കുടുംബയോഗത്തിന്റെ ഏറ്റവും അധികം ചുക്കാൻ പിടിച്ച ഒരു മഹാവ്യക്തിത്വമാണ് നമ്മുടെ ജെയിംസ് തോട്ടപ്പള്ളി അച്ഛൻ. അദ്ദേഹം 80 വയസ്സിന് മുകളിലുള്ള പ്രായാധിക്യത്തിന്റെ യാതൊരു മടുപ്പും കാണിക്കാതെ ചുറുചുറുക്കോടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ മികവാർന്ന് നിൽക്കുന്ന ജെയിംസ് തോട്ടപ്പള്ളി അച്ഛനെ നമുക്ക് ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കാം. പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായി ഏറ്റവും ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് ഇത്രയും മനോഹരമായി ഈ യോഗം സംഘടിപ്പിക്കുവാനും ഈ യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നമുക്ക് ഈ പാലാ മണ്ഡലത്തിൻ്റെ MLA ശ്രീ മാണി സി കാപ്പിനെ നമുക്ക് ലഭിച്ചു. അദ്ദേഹം കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പോയി. അദ്ദേഹത്തിന് തോട്ടപ്പള്ളി കുടുംബയോഗത്തിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഷാജി ആണ്. ഷാജി ചേട്ടന് ഈ ദിവസങ്ങളിലെല്ലാം ഇതിൻ്റെ പുറകിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ഈ ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വിതരണം ചെയ്തത്. പ്രസിഡന്റ് എന്ന നിലയേക്കാൾ ഉപരി ഈ കുടുംബയോഗത്തിൻ്റെ വിജയത്തിനായിട്ട് അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷാജി ചേട്ടന് ഈ കുടുംബയോഗത്തിൻ്റെ പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ രക്ഷാധികാരി ജെയിംസ് അച്ഛൻ എല്ലാ കാര്യങ്ങളും ഇന്നലെ വൈകുന്നേരം ഇടമുറിയിൽ എത്തിച്ചേരുകയും ഒരുക്കങ്ങളും കാര്യങ്ങളുമൊക്കെ അന്വേഷിക്കുകയും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരികയും ചെയ്ത് അച്ഛനെ ഏറെ വൈകിയാണ് അവിടെ നിന്ന് പിരിഞ്ഞത്. അച്ഛൻ്റെ ഈ കുടുംബയോഗത്തോടുള്ള സ്നേഹത്തിനും കരുതലിനും പ്രത്യേകം ഈ കുടുംബയോഗം കടപ്പെട്ടിരിക്കുന്നു. അച്ഛന് ഏറ്റവും ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട
മനുവച്ചനുണ്ട്. മനുവച്ചൻ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മാത്രമാണ് ടാൻസാനിയയിൽ നിന്ന് ഇന്നലെ വൈകിട്ടാണ് ഇവിടെ മൂന്നലവിലെത്തിയത്. ഇന്ന് ഈ സമയം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. 2 ദിവസം കഴിയുമ്പോൾ അച്ഛൻ തിരിച്ചു പോവുകയാണ്. ഈ ഒരു കുടുംബയോഗത്തോടുള്ള താല്പര്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. വലിയ ആഗ്രഹത്തോടെ തുടക്കം കുറിച്ചത് ഈ വീടുകളെല്ലാം കയറി ഇറങ്ങിയതും മനുവച്ചനായിരുന്നു. മനുവച്ചൻ്റെ പട്ടം സ്വീകരണം വിളിയോട് അനുബന്ധിച്ച് അച്ഛൻ ഈ മേഖലകളിലെല്ലാം യാത്ര ചെയ്തതാണ്. അങ്ങനെയാണ് കുറേ നമ്പറുകളൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്തത്. അച്ഛന് അതിനുശേഷം ഇവിടെ നിൽക്കാൻ കഴിയാതെ ബാംഗ്ലൂരും അതിനുശേഷം പുറത്തേക്ക് മിഷനും പോകേണ്ടി വന്നു. ആ ദൗത്യം ദൈവാനുഗ്രഹത്താൽ ഞങ്ങളത് ഏറ്റെടുത്തു. ഇത് രണ്ടാമത് യോഗം നടത്തുവാനായിട്ട് ഇടം നൽകി. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട മനുവച്ചൻ വന്ന് സംബന്ധിക്കുകയും ചെയ്തു. അച്ഛന് ഈ കുടുംബയോഗത്തിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ ടോജസനും ഈ ഒരു കുടുംബയോഗത്തിന് വേണ്ടിയിട്ട് മാത്രം കോഹിമയിൽ നിന്ന് എത്തിയതാണ്. അച്ഛൻ്റെ ആ കുടുംബയോഗത്തോടുള്ള ആ സ്നേഹവും ആ രക്തത്തിളപ്പും നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ. അച്ഛൻ്റെ ആ സ്നേഹത്തിനും കരുതലിനും ഈ കുടുംബയോഗത്തോടുള്ള ഏറ്റവും വാത്സല്യത്തിനും പ്രത്യേകം ഈ കുടുംബയോഗം കടപ്പെട്ടിരിക്കുന്നു. അച്ഛന് ഈ കുടുംബയോഗത്തിൻ്റെ പേരിൽ ഏറ്റവും ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. ജിൻസ് വാളിപ്ലാക്കൽ അച്ഛനും ഈ ഒരു കുടുംബയോഗത്തിലേക്ക് വന്ന് സംബന്ധിച്ചു. മലബാറിൽ നിന്നാണ് വന്നത്. തലശ്ശേരി രൂപതയുടെ KCYM-ൻ്റെ രൂപത ഡയറക്ടറാണ്. തിരക്കുള്ള ആളാണ്. എന്നാൽ പോലും ഈ ഒരു ദിവസം മാറ്റിവെച്ച് കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തുകയും നമുക്ക് വേണ്ടി ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഇവിടെ കുറേ മുമ്പ് വരെ സജീവമായി നമ്മുടെ ഇടയിലുണ്ടായിരുന്ന ജിൻസ് വാളിപ്പളക്കലച്ചന് തോട്ടപ്പള്ളി കുടുംബയോഗത്തിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ ഇവിടെ ആശംസാ പ്രസംഗം നടത്തിപ്പോയ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷോൺ ജോർജ്, നമ്മുടെ ഷോൺ ജോർജിന് ഈ കുടുംബയോഗത്തിനുള്ള നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ഈ പഞ്ചായത്തിൻ്റെ പ്രഥമ വനിതാ അംഗവും ഈ കുടുംബയോഗത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയുമായ എൽസമ്മ തോമസിന് പ്രത്യേകമായി ഈ കുടുംബയോഗത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജോസ് TD പ്ലാസനാൽ, സുനിൽ അരുവിത്തറ, തോമസ് കുട്ടി പാല, മാമച്ചൻ പ്ലാസനാൽ, LC തോമസ്, ബെന്നി മൂലമറ്റം, അപ്പച്ചൻ മുളകരമേട്, ഇവരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഈ ഓരോ മാസങ്ങളിൽ കൂടുന്ന യോഗങ്ങളിൽ വന്ന് പങ്കെടുക്കുകയും ബാധ്യതകൾ ഉണ്ടായി കഴിയുമ്പോൾ ഇതിൻ്റെ പോരായ്മകളെല്ലാം നികത്തുന്നത് ഈ കമ്മിറ്റി അംഗങ്ങളാണ്. അവരുടെ ഈ കുടുംബയോഗത്തോടുള്ള കരുതലിനും സ്നേഹത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്നും അവർക്ക് ഈ കുടുംബയോഗത്തിൽ സജീവമായി പ്രവർത്തിക്കാനുള്ള ഊർജ്ജവും ജഗദീശ്വരൻ പ്രദാനം ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രധാന ഘടകമാണ് നമ്മൾ പുതിയതായിട്ട് രൂപീകരിച്ച മേഖലാ കമ്മിറ്റി പ്രതിനിധികൾ സജീവമായിട്ട് അതാത് മേഖലയിലുള്ള കുടുംബങ്ങളിൽ പോയി എത്തിച്ചേരുകയും അവരുടെ വിശേഷങ്ങളൊക്കെ അറിയുകയും നമ്മുടെ കുടുംബയോഗത്തിൻ്റെ കാര്യങ്ങൾ നേരിട്ട് അറിയിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സജീവമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നമ്മൾ ഒരു 3 മാസമായുള്ളൂ മേഖലാ കമ്മിറ്റികളെ രൂപീകരിച്ചിട്ട്. വരും വർഷങ്ങളിൽ അത് ഏറ്റവും പ്രയോജനപ്രദമാകും എന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. അപ്പം ആ മേഖലാ കമ്മിറ്റി അംഗങ്ങളെയും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ യോഗത്തിലേക്ക് നമുക്ക് അറിയാം, ആദ്യമായിട്ട് മലബാറിൽ നിന്ന് അച്ഛനെ കൂട്ടി 9ഓളം പ്രതിനിധികൾ എത്തിയിട്ടുണ്ടായിരുന്നു. പലരും വരാനിരുന്നതാണ്. കഴിഞ്ഞ ആഴ്ച ആകസ്മിക ഒരു മരണം അവിടെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ കുറച്ച് പേര് ഇന്ന് മരിച്ചയാളുടെ 7 ആയിരുന്നു. കുറച്ച് പേര് മാറി. അല്ലായിരുന്നെങ്കിൽ കുറേ ആളുകൾ ഒരു 10-25 പേരെങ്കിലും മലബാറിൽ നിന്ന് വരുമായിരുന്നു. മലബാറിൽ 2 പ്രാവശ്യം നമ്മുടെ ഭാരവാഹികൾ ഭവന സന്ദർശനം നടത്തിയതാണ്. അവിടെയും കുറേ കുടുംബങ്ങളുണ്ട്. അവിടെ നമ്മൾ സജീവമാക്കേണ്ടതുണ്ട്. അപ്പം അതിന് വരും കുടുംബയോഗത്തിന് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. മലബാറിൽ നിന്നും ഹൈറേഞ്ചിൽ നിന്നും ലോ റേഞ്ചിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാവിലെയൊക്കെ തന്നെ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഏറ്റവും സ്നേഹപൂർവ്വം കുടുംബയോഗത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ നമുക്കറിയാം, കഴിഞ്ഞ വർഷവും നമ്മുടെ കുടുംബയോഗത്തിന് ലൈവ് ചെയ്തത് നമ്മുടെ ഇടുക്കി വിഷൻ ലൈവിലെ റിച്ചേട്ടനും ടീമുമാണ്. കട്ടപ്പനയിൽ നിന്നാണ് അവർ വന്നത്. ഈ വർഷവും അവർ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അവരുടെ
സഹനത്തിന്, സ്നേഹത്തിന്, സഹകരണത്തിന് പ്രത്യേകം തോട്ടപ്പള്ളി കുടുംബയോഗത്തിൻ്റെ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ സ്റ്റിൽ ഫോട്ടോ എടുത്തത് നമ്മുടെ കുടുംബാംഗം കൂടിയായ സാബു ആണ്. സാബു ഇടമുറുക ടീമങ്കടിയാണ്. സാബു ചേട്ടനും ഏറ്റവും സ്നേഹപൂർവ്വം ഇടുക്കി തോട്ടപ്പള്ളി കുടുംബയോഗത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ശബ്ദവും വെളിച്ചവും ഒരുക്കിയതും സ്റ്റേജുകൾ ക്രമീകരിച്ചതുമായ ടീമുകൾക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛനും കൈക്കാരന്മാർക്കും ഈ ഫാഷ് കോൾ ഇന്നലെ മുതൽ നമുക്ക് വിട്ടു തന്നാണ്. അവരെല്ലാം ഏറെ നന്ദിയോടെ ഓർക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഇതുമായി സഹകരിച്ച എല്ലാവരെയും, ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് സമയം ഏറെ വൈകിയിരിക്കുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്ത വർഷം ഓർത്തിരിക്കുക, മെയ് 10, 2025 മെയ് 10 ഇടമുറക് പാരിഷ് ഹാളിൽ എല്ലാവർക്കും അവിടെ വെച്ച് വീണ്ടും നമുക്ക് കാണാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. തോട്ടപ്പള്ളി കുടുംബയോഗത്തിൻ്റെ രണ്ടാമത്തെ പൊതുയോഗം ഔദ്യോഗികമായി ഇവിടെ സമാപിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ ഇവിടെ എത്തിച്ചേർന്ന ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഒന്നിച്ച് ഒന്നായി മുന്നോട്ട് എന്ന ലക്ഷ്യത്തോടു കൂടി നമുക്കിനിയും മുന്നേറാം. പ്രാർത്ഥനയോടുകൂടി ഈ യോഗം ഔദ്യോഗികമായി സമാപിക്കുന്നു. എല്ലാവർക്കും എഴുന്നേക്കാമോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഇന്നത്തെ മീറ്റിങ്ങിനെ, ഇന്നത്തെ എല്ലാ പ്രവൃത്തികളെയും ഞങ്ങൾ അവിടുത്തെ കൈകളെ ഏൽപ്പിക്കുന്നു. ഈ മീറ്റിങ്ങിൻ്റെ ആദ്യം ഇന്നത്തെ പരിപാടികളുടെ ആരംഭം മുതൽ ഈ സമയം വരെയും അവിടുത്തെ സാന്നിധ്യവും സഹവാസവും അനുഗ്രഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവിടുന്നാണ് എല്ലാം വേദിപ്പിച്ചെന്ന് ഞങ്ങൾ അവിടത്തേക്ക് എല്ലാത്തിനും നന്ദി പറയുകയും അങ്ങേ ആരാധിക്കുകയും അങ്ങേക്ക് സ്തുതി സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്ന് യാത്ര പോയവരെയും ഇനി പോകുന്ന എല്ലാവരെയും അവിടുന്ന് കാത്തോളമേ. അവരെല്ലാവരെയും സുരക്ഷിതമായിട്ട് അവിടുന്ന് ഇവിടെ എത്തിച്ചു. അതുപോലെ തന്നെ സുരക്ഷിതമായിട്ട് അവിടെ വീടുകളിൽ എത്തിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ആശീർവദിക്കണമേ. പ്രത്യേകമായി ഇന്നത്തെ കുടുംബയോഗത്തിന് വേണ്ടി വളരെ അധ്വാനിച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും അതുപോലെ ബന്ധപ്പെട്ട എല്ലാവരെയും അവിടുന്ന് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ രണ്ട് അച്ഛന്മാരെ ഇത്രയും ദൂരം സമ്മേളനത്തിന് വേണ്ടി മാത്രം വന്നതാണ്. ടോജസ് അച്ഛനും അതുപോലെ മനുവച്ചനും ഇവരെ പ്രത്യേകമായി അനുഗ്രഹിക്കുകയും ഇവരുടെ മിഷൻ പ്രവർത്തനങ്ങളെ ആശീർവദിക്കുകയും ചെയ്യണമേ. പരിശുദ്ധനും അറിയുമ്പോൾ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.